नमः। ॐ नमः शिवाय। नमो नमो जी शंकरा, भोलेनाथ शंकरा, हे त्रिलोकनाथ शंभु, हे शिवाय शंकरा। नमो नमो जी शंकरा, भोलेनाथ शंकरा, रुद्रदेव हे महेश्वरा। नमो नमो जी शंकरा, भोलेनाथ शंकरा। ओम नमः शिवाय। ओम गम गणपते नमः। ओम नमः शिवाय। ओम शक्ति पराशक्ति। ओम नमो नारायणाय। ओम नमो भगवते वासुदेवाय। ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഇന്ന് നമുക്ക് ശിവപുരാണത്തിൻ്റെ ഭാഗം 44 പറയാനുള്ളത്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. അത് പറയാതിരിക്കാൻ എനിക്ക് നിവർത്തിയില്ല, പറഞ്ഞേ തീരുകയുള്ളൂ. കാരണം എൻ്റെ മനസ്സിൽ വന്നിരുന്ന ഭഗവാൻ തന്നെ പറഞ്ഞു, എനിക്ക് അത് പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മറ്റുള്ള ജില്ലകൾ എനിക്കറിയില്ല, മറ്റുള്ളതൊന്നും ഞാൻ എടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിയമങ്ങൾ വളരെയധികം പുതിയ പുതിയ നിയമങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ജോലി സ്ഥാപനങ്ങളിലായാലും ശരി, അല്ലാതുള്ള കാര്യങ്ങളിലായാലും ശരി, നിയമങ്ങൾ നമുക്ക് ദൈവങ്ങൾക്ക് പോലും ഇല്ലാത്ത നിയമങ്ങളാണ് മനുഷ്യർ സൃഷ്ടിക്കുന്നത്. മനുഷ്യർ ഓരോരോ നിയമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അവരുടേതായ സ്വന്തം അഭിപ്രായത്തിൽ അവരവരുടേതായ ഓരോരോ നിയമങ്ങൾ അവർ സൃഷ്ടിക്കുന്നുണ്ട്. മനസ്സിലായത്? ദൈവങ്ങൾ പോലും സൃഷ്ടിക്കാത്ത, അല്ലെങ്കിൽ ഭഗവാനോ ഭഗവതിയോ പോലും സൃഷ്ടിക്കാത്ത നിയമങ്ങളാണ് ഈ മനുഷ്യർ സൃഷ്ടിക്കുന്നത് ഭൂമിയിൽ. മനസ്സിലായോ? അതായത് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അവർ അങ്ങനെ ഓരോ നിയമങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അധികാരത്തിലിരിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലായാലും അതിൻ്റെ മേലധികാരിയായിട്ടിരിക്കുന്ന ആൾ ഓരോരോ നിയമങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അയാൾ വിചാരിക്കുന്ന എന്താണ്? ഞാൻ ഏറ്റവും വലിയവനാണ്, ഞാൻ ആ ഭഗവാനെക്കാട്ടിലും വലിയവനാണെന്നുള്ള ഭാവത്തിലാണ് ആ മേലധികാരികൾ ഇരിക്കുന്നതല്ലേ. അവരൊന്നും ഒരു ചുക്കുമല്ല. ഭഗവാന്റെ മുമ്പിൽ അവരാരും ഒരു ചുക്കുമല്ല, ഒരു ചുണ്ണാമ്പുമല്ല, അല്ലേ? അപ്പോൾ എനിക്ക് കുറേ പൈസ ഉണ്ട്, എനിക്ക് കുറേ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, ഞാൻ ഈ ഭൂമിയിൽ വലിയ ആളാണ് എന്നുള്ള ഭാവത്തിൽ, ഞാൻ ആ ഭഗവാനെക്കാട്ടിലും വലുതാണെന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്നവർ, അല്ലേ? അങ്ങനെ ഇരിക്കുന്നവരൊക്കെ എന്ത് നന്മയാണ്, എന്ത് ഇതാണ് ഉണ്ടാവുന്നത്? തങ്ങൾക്ക് ഈ പറയുന്ന ഐശ്വര്യങ്ങൾ, ഈ പറയുന്ന ബിസിനസ് ചെയ്തായാൽ ഉയർച്ചയുണ്ടായത്, അല്ലെങ്കിൽ ഈ പറയുന്ന പല കാര്യങ്ങളും എല്ലാം ഉണ്ടായത് ഈ പ്രജകളുടെ അല്ലെങ്കിൽ ഈ സാധാരണക്കാരുടെ പൈസ കൊണ്ടാണ് അവൻ ഉയർന്നു വന്നത്, അല്ലേ? അപ്പോൾ എന്നിട്ട് ഈ സാധാരണക്കാരെ അവൻ്റെതായ അടിമകളാക്കി ജോലി വെച്ചിട്ട് അവൻ കഷ്ടപ്പെടുത്തും, മാക്സിമം കഷ്ടപ്പെടുത്തും, അത്രത്തോളം കഷ്ടപ്പെടുത്തും. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത്? അവൻ കോടിക്കണക്കിന്, കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ താഴേക്കടയിൽ കിടക്കുന്ന ജോലിക്കാർക്ക് തുച്ഛമായ ശമ്പളം കൊടുക്കും. അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് അവർക്ക് എന്ത് രീതിയിലുള്ള ശമ്പളമാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ഞാൻ കൂടുതൽ ഇതായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് തന്നെ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങൾ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഇത് പറയണമെന്ന് എന്നോട് പറഞ്ഞത് മറ്റാരുമല്ല, ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ വന്നിരുന്ന് പറഞ്ഞത്, ഇത് തീർച്ചയായിട്ടും നീ പറയണമെന്നുള്ള കാര്യം. കാരണം എനിക്കിത് പറയാതിരിക്കാൻ കഴിയുകയില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഓരോ അനുഭവത്തിൽ നിന്നാണല്ലോ ഓരോരുത്തരും ഓരോന്ന് പഠിക്കുന്നത്. ഏറ്റവും തിരുവനന്തപുരത്ത് തന്നെ വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഞാനിത് പറയുമ്പോൾ എനിക്കെതിരായിട്ട് ശത്രുക്കൾ ഉണ്ടായാലോ എന്തുണ്ടായാലും എനിക്കൊന്നുമില്ല. ഞാൻ പറയാം, എനിക്ക് ആരെയും പേടിയില്ല, എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആകെ പേടിക്കുന്ന ഒരേ ഒരാളെ മാത്രമേ ഉള്ളൂ, അത് ആ ഭഗവാനെയാണ്, ആ പരമശിവനെ, അല്ലെങ്കിൽ ആ ശ്രീകൃഷ്ണനെ, അല്ലെങ്കിൽ ആ ദേവീനെയാണ് അവരെ മാത്രമേ ഞാൻ ഭയക്കുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഈ പറയുന്ന ആരെയും എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആരെയും ഭയക്കുന്നുമില്ല. ആരെന്ത് എനിക്കെതിരെ ചെയ്താലും എനിക്കൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും.
അപ്പോൾ നിങ്ങൾക്കറിയാം രാമചന്ദ്ര എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസ് ആണ്, തിരുവനന്തപുരത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽസ് ആണ് രാമചന്ദ്ര. അപ്പോൾ ഈ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൽ ഞാനൊരു ദിവസം ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂവിന് അവിടെ ആളിനെ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ താഴെ വന്നിട്ട് ഞാനൊരു സ്റ്റാഫ് പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടിയും പറഞ്ഞു, ചേച്ചി ഇവിടെ ആളിനെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ഓഫീസിൽ ഈ രാമചന്ദ്രയുടെ മുകളിലത്തെ നിലയിലായിരുന്നു. അവിടെ ഞാൻ ചെന്നു. അപ്പോൾ അവിടെ രണ്ട് തമിഴ് ആൾക്കാരാണ് അവർ കേട്ടോ. തമിഴ് ആൾക്കാരാണ്. ഈ മാനേജറാണോ എന്താണോന്ന് എനിക്കറിയില്ല. അവിടുത്തെ 2 ഉദ്യോഗസ്ഥരാണ്. ഞാൻ അവിടെ ചെന്നു. ഇന്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ഇവന്മാരുടെ നോട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഷാൾ ഇടാതെ എങ്ങും പോവുകയില്ല. ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, ഒരു പെൺകുട്ടി ഷാൾ ഇടണോ ഷാൾ ഇടണ്ടയോ, അതൊക്കെ ഓരോ പെൺകുട്ടികളുടെ ഇഷ്ടമാണ് അല്ലേ. ചിലർ ഷാൾ ഇടാതെ നടക്കും, അത് അവരുടെ ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ പണ്ട് തൊട്ടേ ഷാൾ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്, അത് നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഷാൾ ഇട്ടുകൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന ഈ തമിഴ് ഈ സാറന്മാരാണ്. ഇവര് ഫസ്റ്റ് തന്നെ നോക്കുന്നത്, ഇങ്ങനെ അടിമുടി നമ്മളെ നോക്കുമല്ലോ, അങ്ങനെ നോക്കിയിട്ട് തന്നെ നോക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ ഷാൾ ഇട്ടാക്കുന്നു എൻ്റെ ഈ നെഞ്ചിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഈ ഷാൾ ഇട്ടേക്കുന്ന ഇതിലേക്കാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇവന്മാർക്ക് ഒരുമാതിരി ഇറിറ്റേറ്റിങ് പോലെ, ഇതെന്താ ഇങ്ങനെ ഷാൾ ഇട്ടുകൊണ്ട് വരുന്നത്. കാരണം ഓരോരുത്തർ ഇന്റർവ്യൂവിന് വരുമ്പോൾ ഷാൾ ഇടാതെയും അവരുടേതായിട്ടുള്ള മോഡലുകളിലൊക്കെ ആണല്ലോ വരുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഷാൾ ഇട്ടുകൊണ്ട് വന്നേക്കുന്നു. അപ്പം ഇത് കണ്ട ഉടനെ അവർക്ക് അപ്പോഴേ ഒരിതായി. പിന്നീട് എന്നോട് പറയണം, അവിടെ വേക്കൻസി ഉണ്ടായിരുന്നു, അവിടെ അവൈലബിൾ ആയിരുന്നു. ആ സമയത്ത് വേറെയും ആൾക്കാരെ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നെ റിജക്റ്റ് ചെയ്തു, എന്നെ മാത്രം റിജക്റ്റ് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇപ്പോൾ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഇതേപോലെ തന്നെ ഓരോ സ്ഥലത്ത് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴും ആദ്യം അവർ ശ്രദ്ധിക്കുന്ന വെച്ചാൽ നമ്മളെ ഡ്രസ്സിങ്, നമ്മൾ ഷാൾ ഇട്ടിട്ടുണ്ടോ, ഷാൾ ഇട്ടവർ എന്തുകൊണ്ട് ജോലിക്ക് എടുക്കത്തില്ല. പിന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ +2 ആണ്. അപ്പം ഞാൻ പറഞ്ഞു +2 ആണ്. അപ്പം ഈ ടെക്സ്റ്റൈൽസിലായാലും എവിടെയായാലും +2ഉം കമ്പ്യൂട്ടറും ക്വാളിഫിക്കേഷൻ ഉള്ളവർ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇവർ പല പല കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കും. കാരണം നമ്മൾ ഇതേപോലെയുള്ള ഡ്രസ് കോഡ് യൂസ് ചെയ്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ നമ്മൾ ഷാൾ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ ജോലിക്ക് എടുക്കില്ല. പിന്നെ നമുക്ക് 28 വയസ്സായിപ്പോ, അല്ലെങ്കിൽ 27 വയസ്സ്, അല്ലെങ്കിൽ 28 വയസ്സായി പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് ജോലിക്ക് എടുക്കത്തില്ല. ഇവന്മാർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ 24 വയസ്സിനകത്തുള്ള പെൺപിള്ളാരെ, അതായത് ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺപിള്ളാരെ മതി ഇവന്മാർക്ക് ജോലിക്ക്. മനസ്സിലായോ? ഇതുപോലെ വേറൊരു സ്ഥലത്ത്, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളായണിയിൽ തന്നെയുള്ള ഒരു സ്ഥാപനമാണ്, നിങ്ങൾക്ക് അറിയാം, ട്രിവാൻഡ്രത്ത്. അതൊരു ഷോറൂമാണ്. അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടെ എന്നെ ജോലിക്ക് എടുത്തു അയാൾ. പക്ഷേ ഞാൻ ഷാൾ ഇട്ടുകൊണ്ട് പോയതുകൊണ്ട് ഞാൻ എന്നും ഷാൾ ഇട്ടുകൊണ്ട് തന്നെ പോകുമ്പോൾ ഇയാൾക്ക് കാണുമ്പോൾ ഒരു ഇറിറ്റേറ്റിങ് പോലെ. മറ്റുള്ളവരാരും ഷാൾ ഇടുന്നില്ല, മറ്റുള്ളവരെല്ലാം മോഡൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ബനിയൻസ് ഇട്ടുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ ചുരിദാർ ഇട്ടുകൊണ്ട്. ഇപ്പം ഇയാൾക്ക് എന്നെ കാണുമ്പോൾ ഞാൻ ഷാൾ ഇട്ടുകൊണ്ട് ചെല്ലുന്നത് കാണുമ്പോൾ ഒരുമാതിരി ഇറിറ്റേറ്റിങ്. മനസ്സിലായോ? എന്നുവെച്ചാൽ മറ്റുള്ളവരിങ്ങനെ ചെയ്യുന്നു, നമ്മളിങ്ങനെ ഷാൾ ഇട്ടുകൊണ്ട് പോകണം, അവന്മാർക്ക് ഇഷ്ടപ്പെടില്ല, ഇറിറ്റേറ്റിങ്. അങ്ങനെ ഒരു കാര്യം ഇല്ലാതെ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ആ ജോലിയിൽ തന്നെ പറഞ്ഞു വിട്ടു, ഒരു കാരണവും ഇല്ല. ഞാൻ കൃത്യമായിട്ട് അവിടെ ടെലികോളിങ്ങിൻ്റെ ആയിരുന്നു, ഞാൻ കൃത്യമായിട്ട് കോൾസ് വിളിക്കുമായിരുന്നു, ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് പോത്തീസിൽ പോയി. പോത്തീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും ഈ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഒക്കെ ഇതായിട്ടുള്ള ഒരു സ്ഥാപനമാണ് പോത്തീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോത്തീസിൽ പോയപ്പോഴുള്ള അവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഞാൻ ടെക്സ്റ്റൈൽസിൽ ആയിട്ട് അവരോട് ചോദിച്ചു. അപ്പോൾ അവരെനിക്ക് ഇപ്പോൾ വേക്കൻസി ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് താഴെ പറഞ്ഞു വിട്ടു. അപ്പോൾ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിൻ ഫ്രീ ആണ്, അവരുടെ മാർജിൻ ഫ്രീ ആണ് വരുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂക്കൂത്തി ഇടാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ സ്റ്റഡ് ഉണ്ടല്ലോ, ഈ നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റഡില്ലേ, ഈ സെക്കൻഡ് സ്റ്റഡ് നമ്മൾ ഊരി വെക്കണം. മനസ്സിലായോ? ഇതൊക്കെയാണ് അവരുടെ. എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം തന്നെ ഈ സെക്കൻഡ് സ്റ്റഡൊക്കെ ഊരി വെച്ചിട്ട് വേറെ ഈർക്കിൽ കുത്തിക്കൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു ഇതെന്ന് പറയുന്നത് ലക്ഷ്മിത്വമാണ്. ഇവർക്ക് സ്വർണ്ണമഹാളൊക്കെ ഉണ്ട്, വലിയ വലിയ സ്വർണ്ണമഹാളുണ്ട്. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം, ഇതൊരു വലിയ, നിങ്ങൾ വിചാരിക്കും ഇതൊരു വലിയ അല്ലെ വലിയ പണക്കാരനെ, കോടീശ്വരനാണല്ലോ ഈ കുട്ടി ഇരുന്ന് പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും. എത്ര കോടീശ്വരനാണെങ്കിലും അവർ ആ ഭഗവാന്റെ മുമ്പിൽ അവർ കോടീശ്വരനൊന്നും അല്ല, അവർ ഏറ്റവും താഴേക്കിടയിൽ തന്നെയാണ്.
പക്ഷെ ഇവര് അവിടെ എന്താണ് ചെയ്യുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു രാമചന്ദ്രയിൽ അവിടെ രാമചന്ദ്രൻ, അതായത് ആ ഭഗവാന്റെ പേരാണ് അവർ കൊടുത്തേക്കുന്നത്. എന്നിട്ട് അവരെങ്ങനെ കാണിക്കുന്നത്, മനസ്സിലായോ? ഇത് പോത്തീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവിടെ ഒരു എന്താണ് വെച്ചേക്കുന്നത്, അവിടെ ഒരു ശിവലിംഗമാണ് അവിടെ വെച്ചിട്ട് അവര് ഓം ശാന്തി അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവരവിടെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ കാണിക്കുന്നത് എന്താണ്? ഈ സ്ത്രീകളുടെ അവർ സ്വർണ്ണമഹാള്, അവർക്ക് സ്വന്തമായിട്ട് സ്വർണ്ണമഹാൾ ഉള്ളതാണ് ഈ തമിഴരാണല്ലോ, ഈ തമിഴ്നാട്ടിൽ നിന്നാണല്ലോ കേരളത്തിൽ വന്ന് ബിസിനസ് പിടിച്ച് അവരിവിടെ നമ്മുടെ കേരളം കയ്യേറിക്കൊണ്ട് കേരളത്തിൽ അവര് ബിസിനസ് നടത്തുന്നത്. ഓക്കെ, അതൊക്കെ ഓക്കെയാണ്, അവരുടേതായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ കേരളത്തിലുള്ള എന്നിട്ട് ഈ പെൺകുട്ടികളെ, കേരളത്തിലുള്ള നമ്മളെ പെൺകുട്ടികളെ ജോലിക്ക് നിർത്തിയിട്ട് തമിഴ്നാട്ടിലുള്ള പെൺകുട്ടികൾ അവിടെ ഉണ്ട് ജോലിക്ക് നിർത്തിയിട്ട് നമ്മുടെ ഈ ഐശ്വര്യമാണ്, നമ്മുടെ സ്ത്രീകളുടെ ഒരു ലക്ഷ്മിത്വമാണ് ഈ മൂക്കൂത്തി. നമ്മുടെ ഈ മൂക്കൂത്തി എന്ന് പറയുന്നതും അതുപോലെ നമ്മുടെ ലക്ഷ്മിത്വമാണ് ഈ സ്റ്റഡ് എന്ന് പറയുന്നതും. ഇതൊക്കെ ഊരി വെച്ചിട്ട് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ ലക്ഷ്മിത്വത്തെയാണ് നമ്മൾ അവിടെ ഊരി കളയുന്നത്, മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു കാര്യം അവർ പറഞ്ഞു. അത് ആ നിയമം എന്ന് പറഞ്ഞാൽ ചീപ്പായിട്ടുള്ള, അത്രയും എന്താ പറയാന്ന്, അത്രയും ചീപ്പായിട്ടുള്ള ഒരു നിയമമാണത്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഊരി വെക്കാൻ പറ്റത്തില്ല, എനിക്ക് അങ്ങനെ എൻ്റെ ഈ സെക്കൻഡ് സ്റ്റഡ് എനിക്ക് ഊരാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ എൻ്റെ ഈ സെക്കൻഡ് സ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ആഗ്രഹിച്ച് ഞാൻ കുത്തിയതാണ്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ദേവീക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ ഇഷ്ടത്തിലാണ് ഞാൻ ഈ സെക്കൻഡ് സ്റ്റഡും അതുപോലെ ഈ മൂക്കൂത്തിയൊക്കെ ഞാൻ കുത്തിയത്. അതുകൊണ്ട് എനിക്കിത് ഊരി വെക്കാൻ പറ്റത്തില്ല. ഇത് ഊരി വെക്കാതെ എനിക്ക് നിങ്ങൾ ജോലി തരുന്നെങ്കിൽ തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു അത് പറ്റത്തില്ല, ഇത് ഊരി വെച്ചാൽ മാത്രമേ ഈ മാർജിൻ ഫ്രീയുടെ സെക്ഷനിലായാലും എവിടെയായാലും നിങ്ങൾക്ക് ജോലി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് അവിടെ ഒരു ജീപ്പ് നിപ്പുണ്ടായിരുന്നു, പോലീസ് ജീപ്പായിരുന്നു. അപ്പൊ ഞാൻ ഈ പോലീസുകാരോട് ഈ കാര്യം പറഞ്ഞു. ഒരു മേഡം ഉണ്ടായിരുന്നു, വേറെ സാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഇതേപോലെയാണ് ഇവിടെ ഇങ്ങനെ ജോലിക്ക് വരുന്ന പെൺകുട്ടികളെ എല്ലാം ഇവർ ഇതുപോലെ മൂക്കൂത്തിയും അതുപോലെ സെക്കൻഡ് സ്റ്റഡും ഒക്കെ ഊരി വെച്ചിട്ട്, അതായത് ദൈവങ്ങൾക്ക് പോലും ഇല്ലാത്ത നിയമങ്ങളാണ്. ദൈവങ്ങൾ ഒരിക്കലും ഭഗവാനോ ഭഗവതിയോ പറഞ്ഞിട്ടില്ല, ദേവി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ശിവഭഗവാൻ പറഞ്ഞിട്ടില്ല ഈ സെക്കൻഡ് സ്റ്റഡും മൂക്കൂത്തിയൊക്കെ ഊരി വെപ്പിച്ച് ഈർക്കിൽ കുത്തിയെ അവിടെ പെൺകുട്ടികളെ ജോലിക്ക് നിർത്താവുന്ന ആരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ചിലപ്പോൾ ഷാൾ ഇടാത്ത പെൺകുട്ടികളെ, മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടികളെ അവിടെ എടുക്കാവുള്ളൂ, ഷാളിട്ട പെൺകുട്ടികളെ എടുക്കരുതെന്നൊന്നും ഒരു ദേവിയോ ദേവനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഭഗവാൻ ശിവനോ പാർവതിയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവര് കാണിക്കുന്ന അങ്ങനെയാണ്. ഇവര് കാണിക്കുന്നത് വെച്ചാൽ വെറും കന്നന്തിരുവാണ് കാണിക്കുന്നത്. ആ ദേവീനെ തന്നെ അധിക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ ആ ദേവിത്വമുള്ള ആ ശ്രീദേവീനെ തന്നെ, ആ ലക്ഷ്മിത്വമുള്ള പെൺകുട്ടികളെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഇവർ കാണിക്കുന്നത്. ഇവർ എത്ര വലിയ കോടീശ്വരരായാലും, എത്ര വലിയ കുബേര ഇതിലുള്ളവരായാലും, എത്ര ഇതുള്ളവരായാലും ശരി തന്നെ, പെൺകുട്ടികളുടെ ഈ പറയുന്ന സെക്കൻഡ് സ്റ്റഡും മൂക്കൂത്തി ഊരി ഏൽപ്പിച്ചിട്ട് അവിടെ ജോലിക്ക് നിർത്തേണ്ട ആവശ്യം അവർക്കില്ല. മനസ്സിലായ? തെറ്റായ കാര്യമാണ് ഇവർ ഈ ഒരു നിയമം ചെയ്യുന്നത്. അത് ഏത് വലിയ തമിഴന്മാരായാലും ശരി, ഏത് മറ്റവന്മാരായാലും ശരി തന്നെയാണ്. തെറ്റ് തന്നെയാണ്. അയാൾ ഏത് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളായാലും അയാൾ തെറ്റ് തന്നെയാണ്. ഇന്ന് അയാൾ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നെങ്കിൽ നാളെ അയാൾ ഒരു പിച്ചക്കാരൻ, അടുത്ത ജന്മത്തിൽ അയാൾ ചിലപ്പോൾ ഒരു പിച്ചക്കാരനായിട്ടായിരിക്കും ജനിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സൂക്ഷിച്ച് വേണം അയാൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. മനസ്സിലായി? അപ്പൊ ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രാവശ്യം അവരവിടെ ഒരു ശിവലിംഗത്തിനെയാണ് അവർ കൊണ്ടുവച്ചിട്ട് ഓം ശാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ശിവഭഗവാന്റെ ഇത് വെച്ചാണ് അവരവിടെ ആചരിക്കുന്നത്. അവർക്ക് സ്വർണ്ണമഹാളാണ്, സ്വന്തമായിട്ട് സ്വർണ്ണമഹാൾ എന്ന് പറയുന്ന പോത്തി സ്വർണ്ണമഹാൾ അവർക്ക് ഉള്ളതാണ്. എന്നിട്ട് അങ്ങനെയുള്ളവരാണ് ഈ പെൺകുട്ടികളുടെ സെക്കൻഡ് സ്റ്റഡും ഈ മൂക്കൂത്തി എല്ലാം ഊരി വെപ്പിച്ചിട്ട് അവിടെ ജോലിക്കാരെ പോലെ നിർത്തുക. അത് അങ്ങനെ ഊരി വെപ്പിച്ചിട്ട് ചെയ്യണമെങ്കിൽ അത് ഭഗവാൻ പരമശിവന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. അല്ലാതെ ഇവർക്കൊന്നും അതിനുള്ള അധികാരമില്ല. നമ്മുടെ കേരളത്തിലുള്ള പെൺകുട്ടികൾ എന്താ, നമ്മള് കേരളത്തിലുള്ള പെൺകുട്ടികൾ എന്താ, പെൺകുട്ടികളല്ലേ, അല്ലെങ്കിൽ പെണ്ണുങ്ങളല്ലേ, സ്ത്രീകളല്ലേ, അവര് ദേവിയുടെ അംശമല്ലേ, അവര് ദേവിമാരല്ലേ. അവരുടെ സെക്കൻഡ് സ്റ്റഡും അവരുടെ മൂക്കൂത്തി ഊരി വയ്ക്കാൻ പറയാൻ ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? ഏത് ജോലിയുടെ പേരിലായാലും, എന്ത് കൊടുക്കുന്നതിന്റെ പേരായാലും അവർക്കത് ഊരി വയ്ക്കാനെന്ന് പറയാൻ ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? പക്ഷെ ഈ പെൺകുട്ടികൾ അവരുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഇതെല്ലാം ഊരി വയ്ക്കാൻ തയ്യാറാവുകയാണ്. നിങ്ങൾ തയ്യാറാവരുത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ജോലി വേണ്ടെന്ന് വെക്കണം. മനസ്സിലായോ? നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി തിരക്കണം. അതാണ് വേണ്ടത്. എനിക്ക് ഇത് ക്ഷമിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അതുപോലെ തന്നെ ഷാൾ ഇട്ടുകൊണ്ട് പോകുന്നതും ഷാൾ ഇടാതെ പോകുന്നതും, ഷാൾ ധരിക്കണോ, ഞാൻ ചുരിദാർ ധരിക്കണോ, അതോ ഞാൻ വേറെ എന്തെങ്കിലും ഡ്രസ്സ് ധരിക്കണോ, സാരി ധരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എൻ്റെ ഒരു പെൺകുട്ടിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്.
മനസ്സിലായോ? ചില പെൺകുട്ടികൾക്ക് മോഡലായിട്ട് നടക്കാനായിരിക്കും ഇഷ്ടം, അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ നടക്കുന്നത്. ചില പെൺകുട്ടികൾക്ക് അവരുടെ അച്ചടക്കത്തോടെ വളർത്തിക്കൊണ്ട് വന്ന അവരുടെ കുടുംബ പാരമ്പര്യങ്ങളോ അവരുടെ തലമുറകളോ അനുസരിച്ച് ചില പെൺകുട്ടികൾക്ക് ചുരിദാർ ഇട്ട് വലിയ പൊട്ട് തൊട്ട് അല്ലെങ്കിൽ ഷാളൊക്കെ ധരിച്ചു പോവാൻ, നാടൻ പെൺകുട്ടിയായിട്ട് പോകാനായിരിക്കും ഇഷ്ടം. അപ്പൊ അത് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഒരു പെൺകുട്ടികളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഒരുത്തന്മാർക്കും ഇല്ല. അത് ഏത് കോടീശ്വരനായാലും, ഏത് വലിയ ബിസിനസ്മാൻ ആയാലും, എത്ര വലിയ പദവിയിൽ ഇരിക്കുന്നവനായാലും ശരി തന്നെ, അവനൊന്നും ഒരു റൈറ്റ്സും ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ളവന്മാരുടെ ജോലി വേണം. ഞാൻ ഇപ്പൊ ജോലിക്ക് പോയെടുത്തും അന്ന് ഈ കുറച്ച് നാൾ മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, അവിടെ പോയെടുത്ത് ഇത് തന്നെയായിരുന്നു പ്രശ്നം. ഞാനൊരു നാടൻ പെൺകുട്ടിയായിട്ട് പോകുന്നു, ഇതാണ് ഇവർക്ക് പ്രശ്നം. ഞാൻ ഷാൾ ഇട്ടുകൊണ്ട് പോണു, ഞാൻ ചുരിദാർ ധരിച്ചുകൊണ്ട് പോണു, ഞാൻ എന്തുകൊണ്ട് മോഡേൺ ഡ്രസ്സ് ഇടുന്നില്ല, എന്നെ ഒരു പരിഹസിക്കുന്നു, എന്നെ ഒരു എന്താ പറയാ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്റെ ഇഷ്ടം ഇങ്ങനെയാണ്. ബ്രാഹ്മിൺസ് പെൺകുട്ടികൾ ഒരിക്കലും അവര് മോഡേൺ ആയിട്ട് നടക്കാറില്ല. ചില വലിയ തറവാട്ടിലുള്ള ഹിന്ദു പെൺകുട്ടികൾ ഒരിക്കലും അങ്ങനെയുള്ള മോഡേൺ പെൺകുട്ടികൾ നടക്കുന്ന മോഡേൺ ആയിട്ട് നടക്കാറില്ല. ഞങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾ ഷാൾ ഇട്ടുകൊണ്ട് നടക്കുന്നതും ചുരിദാർ ധരിക്കുന്നതും ഞങ്ങളുടെ ഇഷ്ടമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഒരുത്തന്മാർക്കും ഒരു അവകാശം ഇല്ല. മനസ്സിലായോ? ഒരു സ്ത്രീകളെ അങ്ങനെ അപമാനിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ത്രീകളുടെ ഇഷ്ടത്തിനെ ഇല്ലാതാക്കാനോ, സ്ത്രീകളുടെ ഈ പറയുന്ന പോലെയുള്ള ലക്ഷ്മിത്വങ്ങളെ നശിപ്പിക്കാനോ, ലക്ഷ്മിത്വങ്ങളെ ഊരി വെക്കാൻ പറയാനോ ഒരുത്തനും യാതൊരു അവകാശവും അധികാരവും ഇല്ല. അതിനൊരിതും ഭഗവാൻ കൊടുത്തിട്ടില്ല. മനസ്സിലായോ? അപ്പോ ഈ ദൈവങ്ങളെ കാട്ടിലും അല്ലെങ്കിൽ ഭഗവാനെ കാട്ടിലും ഒക്കെയുള്ള വലിയ വലിയ നിയമങ്ങളാണ് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള മനുഷ്യർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ നന്നാവും? പിന്നെ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വലിയ വലിയ ചൂട് കാലാവസ്ഥ വരുന്നതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതും ഒക്കെ അതുകൊണ്ടാണല്ലോ. കാരണം പ്രകൃതിയെ തന്നെ, ആ ദൈവത്തിനെ അല്ലെങ്കിൽ ആ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ തന്നെ അപമാനിച്ച് അവരെത്രത്തോളം എന്തെല്ലാം അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെല്ലാം ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ, അതെല്ലാം അവർ കൊണ്ടുവരും. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മനസ്സിലാവും. പണ്ടൊരു കാലഘട്ടത്തിൽ 7 മണി വരെ, രാവിലെ 9 മണിക്ക് കയറിയ 7 മണി വരെ മിക്ക സ്ഥാപനങ്ങളിലും ജോലി ഉള്ളായിരുന്നു. അത്രയും സമയം വരെ ജോലി എടുപ്പിക്കുകയുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ 9 മണിക്ക് കയറിയാൽ അവിടെ 8 മണി 8:30 വരെയൊക്കെ ജോലി ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ശമ്പളത്തിന്റെ കാര്യം വിടട്ടെ, ശമ്പളം കുറവോ കൂടുതലോ അതിന്റെ കാര്യമല്ല. പക്ഷെ ഇത്രയും സമയം, ചില സ്ഥാപനങ്ങൾ ഇത്രയും സമയം ജോലി ചെയ്തിട്ട് ശമ്പളം കറക്റ്റ് ആയിട്ട് കൊടുക്കൂല. ഞാൻ തന്നെ ലുലുവിൽ ഒരു എടുത്ത് പോയപ്പോ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞാണ്, ഈ മാസത്തെ ശമ്പളം എനിക്ക് തന്നു, അടുത്ത മാസം ശമ്പളം ഇല്ല, പിന്നെ അതിന്റെ അടുത്ത മാസമാണ് ശമ്പളം തരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് 8:30 വരെ നിൽക്കുകയും വേണം. അപ്പൊ ഈ പറയുന്ന നിയമങ്ങള് മനുഷ്യരെ എല്ലാവരെയും അടിമകളാക്കി. അതായത് ഈ അടിമത്വം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു. എന്നിട്ട് ഈ അധികാരികളും അതുപോലെ തന്നെ ഈ പോലീസുകാരും എല്ലാവരും ഇപ്പൊ മൗനം പ്രാപിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ്. പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ഈ അധികാരികൾ പറയുന്നതല്ലേ അവർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാനില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ചൂഷണം ചെയ്യാം, മനുഷ്യരെ എത്രത്തോളം ചൂഷണം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചൂഷണം. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഭൂമിയിലേക്ക് ഇനി ഒരു ജന്മം കിട്ടല്ലേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനിയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് തലയൂരി എടുത്തുകൊണ്ട് പോയി ഭഗവാൻ എവിടെയെങ്കിലും ഒരു സ്ഥാനം തന്ന് ഒരു മോക്ഷം തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് ജീവിച്ചു പോകാൻ വളരെ 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 ബുദ്ധിമുട്ടാണ് ഈ ഭൂമിയിൽ. മനസ്സിലായോ? പ്രത്യേകിച്ച് ഈ കേരളത്തിൽ. അത് ഞാൻ പറയണേ, കേരളത്തിൽ എങ്ങനെയാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ അവസ്ഥ എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ ഈ ഷാൾ ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് എന്നെ അവർ ജോലിന്ന് പറഞ്ഞു വിട്ടു. അവരെന്നോട് പറഞ്ഞത് ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. അപ്പൊ ട്രെയിനിങ് പീരീഡ് അവർ ആദ്യമേ പറഞ്ഞ് എന്നെ ജോലിക്ക് എടുത്തു എന്നാണ് അന്ന് അവർ പറഞ്ഞത്. പിന്നെ അവരെന്നോട് ഓരോ എക്സ്ക്യൂസസ് പറയണം. പിന്നെ അവരെന്നോട് അവരുടെ തൽപര കക്ഷിയല്ല ഞാനെന്ന് അറിഞ്ഞപ്പോൾ അവർ ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് അവർ പിന്നീട് എന്നോട് പറയുകയാണ്, എനിക്ക് ഇത് തന്നത് ട്രെയിനിങ് ആയിട്ടാണ് തന്നത്, ട്രെയിനിങ് പർപ്പസ് ആണെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഇത്രയും ഇതായിട്ട് ഞാൻ സംസാരിച്ചു തരുന്നത് കൊണ്ടല്ല, എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. അത്രയ്ക്ക് എനിക്ക് ഈ ഓരോരോ സംഭവങ്ങൾ നടക്കുമ്പോൾ എനിക്ക് അതിൽ അത്രയ്ക്ക് ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറയുന്നത്. എനിക്ക് ഒരുത്തരെയും പേടിയില്ല, എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല.
മനസ്സിലായോ? ഞാൻ ആകെ ഒരേ ഒരാളെ മാത്രമേ പേടിക്കുന്നുള്ളൂ, എൻ്റെ ഭഗവാനെ, എൻ്റെ ആ ശിവഭഗവാൻ, ശിവപാർവതിമാരെ, എൻ്റെ ലക്ഷ്മി നാരായണനെയും എൻ്റെ രാധാകൃഷ്ണനെയും എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ആ ഒരു അഭിമാനത്തെ, എൻ്റെ ആ ഒരു ഇതിനെ മാത്രമേ ഞാൻ പേടിക്കുന്നുള്ളൂ. എൻ്റെ ആ ഭഗവാനെ മാത്രമേ, എൻ്റെ മാതാപിതാക്കളെ മാത്രമേ ഞാൻ പേടിക്കുന്നുള്ളൂ. അല്ലാതെ ഈ പറയുന്ന ഇങ്ങനെയുള്ള ആരെയും ഞാൻ പേടിക്കുന്നില്ല. ഇവരുടെയൊക്കെ വിചാരം എന്താ? ഇവരൊക്കെ എന്താണെന്ന് ഈ പോത്തീസിലെ വലിയ മുതലാളി ആയാലും അതല്ല ഈ പറയുന്ന രാമചന്ദ്രയിലെ വലിയ മുതലാളിയായാലും അവരൊക്കെ ഈ രാമചന്ദ്രൻ മുതലാളിയല്ല എന്ന് ഉണ്ടാക്കിയത്, മുതലാളിയുടെ ജോലിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താ ഭഗവാനെക്കാട്ടിലും വലിയവരാണോ ഇവരൊക്കെ? ആ ഭഗവാൻ തന്നെയല്ലേ ഇവർക്ക് ഇതെല്ലാം കൊടുത്തത്, അല്ലെങ്കിൽ ആ ഭഗവതി തന്നെയല്ലേ ഇവർക്ക് ഇതെല്ലാം കൊടുത്തത്. അപ്പൊ ആ ദൈവത്തിനെക്കാട്ടിലും ആ ഭഗവാനെക്കാട്ടിലും ഭഗവതിയെക്കാട്ടിലും വലുതൊന്നും അല്ലല്ലോ ഇവരാരും. ആണോ? ഇവരാരും ആരെക്കാട്ടിലും ഒന്നും വലുതല്ല. ഇവര് വെറും തൃണങ്ങൾ മാത്രമാണ്, ഇവര് വെറും പുല്ലുകൾ മാത്രമാണ്. അത് മനസ്സിലാക്കുക. മനസ്സിലായോ? അതുകൊണ്ട് ഈ ജന്മത്തിൽ കാണിക്കുന്നതിന്, ഈ ജന്മത്തിൽ ഇങ്ങനെ പാവങ്ങളെ ദ്രോഹിക്കുന്നതിനും, ഈ ജന്മത്തിൽ ഇങ്ങനെ ഓരോരോ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ശമ്പളം കൊടുക്കാതെയും പല രീതിയിൽ ദ്രോഹിച്ചും ഇങ്ങനെയുള്ള നിയമങ്ങൾ ചെയ്യിപ്പിച്ചും ഇങ്ങനെ ചെയ്യുന്നതിന്, ഇങ്ങനെ ചൂഷണം ചെയ്യുന്നതിന്, സ്ത്രീകളെ ആയാലും ചൂഷണം ചെയ്യുന്നതിനും പുരുഷന്മാരെ ആയാലും ചൂഷണം ചെയ്യുന്നതിനും, ഇങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളെ, കേരളത്തിലുള്ള മക്കളെ, ദൈവ മക്കളെ പലരെയും ഇങ്ങനെ ചൂഷണം ചെയ്യുന്നതിനും, അവർ ചിലപ്പോൾ അവരുടെ കഴിഞ്ഞ ജന്മത്തെ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. എന്ത് തന്നെ ആയാലും അതിന്റെ നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ഒരു മനുഷ്യർക്കും ഇല്ല. അതിന്റെ നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ഭഗവാനും ഭഗവതിക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളൊന്നും ഇത്രയും വലിയ കോടീശ്വരനാണ് അല്ലെങ്കിൽ പണക്കാർ, നിങ്ങൾ പണം ഉണ്ടാക്കിയത് പല വഴികളിൽ കൂടെയാണ്, പല തെറ്റുകൾ ചെയ്ത്, പല കറുപ്പുകൾ ചെയ്ത് തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ വലിയ ഒരു പ്രോഡക്റ്റിന് നിങ്ങൾ എടുക്കുമ്പോൾ 30 രൂപയുടെ പ്രോഡക്റ്റ് എങ്കിൽ ആ 30 രൂപ തന്നെ നിങ്ങൾ വാങ്ങത്തില്ല. നിങ്ങൾ അതിന് 45, 50, 55, ചിലപ്പോൾ 65 രൂപ ഇട്ടായിരിക്കും നിങ്ങൾ വാങ്ങുന്നത്. അങ്ങനെ വാങ്ങി തന്നെയാണ് നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങൾ കള്ളത്തരം ചെയ്ത് തന്നെയാണ് നിങ്ങൾ പണക്കാരായിട്ടുള്ളത്. ഈ സാധാരണക്കാരുടെ പൈസ കൊണ്ട് തന്നെയാണ് നിങ്ങൾ പണക്കാരായിട്ടുള്ളത്, നിങ്ങൾ ഈ പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ, സാധാരണക്കാരായിട്ട് ജോലി ചെയ്യുന്നവരായാലും താഴേക്കിടയിൽ കിടക്കുന്നവരായാലും ദ്രോഹിക്കാതിരിക്കുക. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ അവതരിച്ചത്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അധികാരങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ, നിങ്ങൾ വലിയ പൊസിഷനിലാകുമ്പോൾ, നിങ്ങൾക്ക് കുറെ കോടിക്കണക്കിന് സ്വത്തുക്കൾ ഉണ്ടാകുമ്പോൾ, ഇതൊന്നും ആർക്കും സഹായം പോലും ചെയ്യാതെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ആ ഒരു ഹുങ്കില്, അഹങ്കാരത്തില് ഞാൻ വലിയ കുബേരനാണെന്നുള്ള, അല്ലെങ്കിൽ ഞാൻ വലിയ ബിസിനസ്മാൻ ആണെന്നുള്ള, ഈ ബിസിനസ്സൊക്കെ തകരാൻ ഒരു നിമിഷം മതി ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലും ഇതെല്ലാം നമുക്ക് തന്നത് ഭഗവാനാണ്, ആ ഒരു കാരുണ്യത്താലാണ് നമുക്ക് കിട്ടിയതെന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു രീതിയിൽ പോവുക. അല്ലാതെ ഇതെല്ലാം എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് അഹങ്കരിക്കാതിരിക്കുക. ഇന്ന് അഹങ്കരിക്കുന്നവന് നാളെ മുഖം കരിയേണ്ട അവസ്ഥ വരും. മനസ്സിലായോ? ഇന്ന് നീ ഈ അഹങ്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ നാളെ ഇന്ന് നീ ഒരു കോടീശ്വരനായിട്ട് നീ ഈ അഹങ്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ നാളെ ആ ഭഗവാൻ തന്നെ നിന്നെ അടുത്ത ജന്മത്തിൽ കൊണ്ട് നിന്നെ ഒരു ചെറ്റ വീട്ടിലിടും, അല്ലെങ്കിൽ ചെറ്റക്കൂട്ടിലിടും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നീ മനസ്സിലാക്കുക. അത് മാത്രമല്ല, ചിലര് ചെറ്റക്കുടിലിൽ നിന്നാണ് ചിലര് ഉയർന്നു വന്ന് വലിയ പൊസിഷനിലായത്, അതും മനസ്സിലാക്കുക. മനസ്സിലായോ? അപ്പം ആ ദേവിനെ, ആ ഭഗവാനെ ഒക്കെ ഇങ്ങനെ ആ ഭഗവാന്റെ പേരൊരു സ്ഥാപനത്തിൽ ഇട്ടതുകൊണ്ടോ, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ഒരു ശിവലിംഗമൊക്കെ എടുത്ത് പ്രതിഷ്ഠിച്ച് വെച്ചതുകൊണ്ടോ ഒന്നും ആരും നല്ലവരൊന്നും ആവത്തില്ല. മനസ്സിലായോ? ആരും ആ ഭഗവത് ഭക്തരൊന്നും ആവത്തില്ല. മനസ്സിലായോ? അങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രം ആരും ഇതും അവർക്ക് ആർക്കും ഒരു വിലയും ഉണ്ടാവത്തില്ല. ഈ ഭൂമിയിൽ കിടന്ന് എന്താ പറയാ, അഹങ്കരിക്കാനേ കഴിയുള്ളൂ. അത് ഈ ജന്മത്തിൽ മാത്രമേ അഹങ്കരിക്കാൻ കഴിയുള്ളൂ കേട്ടോ, ഭൂമിയിൽ. അപ്പൊ അത് മനസ്സിലാക്കി ജീവിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൊള്ളാം. അപ്പൊ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, എനിക്ക് ആരെയും പേടിയൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ എന്നെ ആരെങ്കിലും കൊട്ടേഷൻ ടീമിനെ ആരെങ്കിലും വരുത്തിച്ചിട്ട് എന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ വല്ലതും നോക്കുന്നു. അങ്ങനെ നിങ്ങൾ വണ്ടി ഇടിച്ച് എന്നെ കൊന്നാലും എനിക്കൊന്നുമില്ല. ഞാൻ കൊന്നാലും മരിച്ചാലും ഞാൻ ആ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. അതെനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്, എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഭഗവാൻ എന്നെ കൈവിടില്ല. ഇതെല്ലാം പറയാൻ എന്നെ ഏൽപ്പിച്ചതും ആ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാനിത് സത്യസന്ധമായിട്ട് നിങ്ങളോട് തുറന്നു പറഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികളെ കളിയാക്കാതിരിക്കുക, ഷാൾ ഇട്ടുകൊണ്ട് പോകുന്ന പെൺകുട്ടികളെ കളിയാക്കാതിരിക്കുക. പെൺകുട്ടികളുടെ അവകാശമായിട്ടുള്ള ലക്ഷ്മിത്വമാണ് ഈ പറയുന്ന സെക്കൻഡ് സ്റ്റഡും മൂക്കൂത്തി, ഇതൊക്കെ ഊരി വെപ്പിക്കാതിരിക്കുക. മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും.
ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് തീർച്ചയായിട്ടും 100% നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിൽ യാതൊരു സംശയവും ഇല്ല. ഓക്കെ. ഹരഹര മഹാദേവ, ശംഭോ മഹാദേവ. ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഏത് സ്ഥാപനത്തിൽ നിന്ന് വന്ന് എന്നെ ജോലിക്ക് വിളിച്ചാലും ഞാൻ വരുന്നില്ല. ഞാൻ ഇനി ജോലി ചെയ്തില്ലേലും എൻ്റെ കയ്യിൽ പൈസ ഇല്ലേലും എനിക്കൊന്നുമില്ല. ഞാൻ തെണ്ടി തിന്നാലും എനിക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ എനിക്ക് പൈസ ഇല്ല, ഞാൻ വീട്ടിലിരുന്നാലും കഞ്ഞി കുടിച്ചാലും ഇനി കുടിക്കാനൊന്നുമില്ല, ഞാൻ പട്ടിണി കിടന്ന് ചത്താലും എനിക്ക് പ്രശ്നമില്ല. ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ ഇടത്തേക്ക് ഇനി ജോലി തെണ്ടി ഇറങ്ങാൻ എനിക്ക് വയ്യ, എനിക്ക് മനസ്സില്ല. നീയൊക്കെ ഇനി എൻ്റെ കാല് പിടിച്ചു വന്ന് വിളിച്ചാലും ഞാൻ വരുത്തൂല്ല ഒരു സ്ഥാപനത്തിലും. അത് ഞാൻ എടുത്ത തീരുമാനം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളതാണ്, നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്ത് ജീവിക്കും. നിങ്ങൾ അതാണ് നല്ലത്. അല്ലാതെ ഇങ്ങനെ നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ സമയങ്ങളും നിങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞ് ഇവന്മാർക്ക് വേണ്ടി നിങ്ങൾ അടിമയായിട്ട് പോവരുത്. ദയവ് ചെയ്ത് നിങ്ങൾ പോവരുത്. നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ ജീവിക്കുക. ഒരു ചായക്കടയെങ്കിൽ ചായക്കടയിട്ട് ആ അന്തസ്സുണ്ട്. അല്ലെങ്കിൽ ഒരു ലോട്ടറി ഇരിക്കുന്നത് അതൊരു അന്തസ്സുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ജീവിക്കും. ഇങ്ങനെ നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി നിങ്ങൾ ജോലിക്ക് നിന്നോ, പക്ഷെ അവിടെ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിമയാക്കിയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് സാലറി തരുന്നില്ല, നിങ്ങൾ അടിമയാക്കിയാണ് വെക്കുന്നത്. നിങ്ങളത് വിട്ട് കളയുക. നിങ്ങൾ വേണ്ടെന്ന് വെക്കുക. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുക. മനസ്സിലായോ? എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ജീവിക്കും. മനസ്സിലായോ? അതാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് ഹരഹര മഹാദേവ. ഇനി നമുക്ക് ശിവപുരാണം വായിക്കാം കേട്ടോ. ഭാഗം 44, ഗൗതമ മഹർഷിയുടെ മഹാമനസ്കത. പുരാതന കാലത്ത് ഗൗതമൻ എന്ന നാമത്തിൽ വിഖ്യാതനായ ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നീപദം അഹല്യ എന്ന ഒരു ധർമ്മപത്നിയായിരുന്നു അലങ്കരിച്ചിരുന്നത്. അപൂർവ വരങ്ങളും സിദ്ധികളും സ്വായത്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ബ്രഹ്മഗിരിയിൽ പോയി 10,000 വർഷം വ്രതശുദ്ധിയോടും നിഷ്ഠയോടും കൂടി ഘോര തപസ് അനുഷ്ഠിച്ചതിന്റെ ഫലമായാണ്. ധർമ്മനിഷ്ഠയിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ജീവിതം നയിക്കവേ ആ നാട്ടിൽ കടുത്ത വരൾച്ചയും അതുമൂലം കൊടിയ ദാരിദ്ര്യവും ബാധിച്ചു. 100 വർഷക്കാലത്തോളം വർഷമുണ്ടാകാതെ സകല ജീവജാലങ്ങളും നശിക്കാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യരും മറ്റു ദിക്കുകളിലേക്ക് പലായനം ചെയ്തു. ലതകളും തരുക്കുകളും ഇല്ലാത്തതിനാലും ഒരിറ്റ് ജലം പോലും ലഭ്യമല്ലാത്തതിനാലും ജീവികൾക്ക് അവിടെ വസിക്കാൻ കഴിയാതായി. ഒരു മഹാവിപത്താണ് നാടിനെ ഗ്രസിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഗൗതമ മഹർഷി വരുണന്റെ പ്രീതിക്കായി തപസ് തുടങ്ങി. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വരൾച്ചകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്? ഇങ്ങനെ മനുഷ്യരുടെ മനസ്സിൽ ദുശ്ചിന്തകളും മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന ആ ഒരിതും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ്, മറ്റുള്ള സാധാരണക്കാരുടെ കണ്ണീര് വീണ് അവരുടെ ശാപങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ പറയുന്ന പോലെയുള്ള വരൾച്ചകളും ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും ഭൂമിയിലായാലും പല പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം മനസ്സിൽ, ഞാൻ ചില സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ പുതിയതായിട്ട് നമ്മളൊരു പെൺകുട്ടി ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന പഴയ സ്റ്റാഫായിട്ടുള്ള പെൺകുട്ടികൾക്ക് വളരെയധികം ദേഷ്യം ഉണ്ടാവും. അതായത് ഇനി ഇത് വല്ല നമ്മൾ തട്ടിയെടുക്കും, അല്ലെങ്കിൽ ഇവർക്ക് ജോലി പോയി, അല്ലെങ്കിൽ ഇവർക്ക് പുതിയതായിട്ട് ഒരാളെ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് അവർ പല രീതിയിൽ അവർ ഉപദ്രവങ്ങൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. നിങ്ങളും ഇതേപോലെ തന്നെ ജോലി തെണ്ടിപ്പോയി അവിടെ ചെന്ന് അങ്ങേരെ കാല് പിടിച്ച് കരഞ്ഞ് എന്നിട്ട് ജോലി വാങ്ങിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക ഇതൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ഇതെല്ലാം കൊടുത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങളും ജോലിക്ക് കയറിയത്. അപ്പോൾ പുതിയതായിട്ടൊരു പെൺകുട്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വരുമ്പോൾ ആരായാലും ശരി തന്നെ വരുമ്പോൾ അവർക്ക് പാര വെക്കാതിരിക്കുക. മനസ്സിലായോ? നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കാൻ വരുന്നതാണ് മറ്റൊരു വ്യക്തി. ഞാൻ ഇനി എന്തായാലും ആരെയും സ്ഥാപനങ്ങളിലേക്ക് ഒന്നും ഞാൻ വരാൻ പോണില്ല. പക്ഷെ ഞാൻ പറയണേ, എന്നെ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയാലും പാവപ്പെട്ട പെൺകുട്ടികൾ ആരെങ്കിലും ജോലിക്ക് വരികയാണെങ്കിൽ അവരും അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട്, അവരും ജീവിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഭക്ഷണം അവർക്ക് വയറ് വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരല്ലെങ്കിൽ വീട്ടിലെ പല പ്രശ്നങ്ങളും അവരെ ഹസ്ബൻഡ് ചിലപ്പോൾ അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ പല പ്രശ്നങ്ങളും കൊണ്ടായിരിക്കും അവർ ജോലിക്ക് വരുന്നത്. ഇനി ഇവൻ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളാണെങ്കിൽ അവരുടെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടോ അവരുടെ എന്തിനെങ്കിലും ഇതിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവരുടെ ഇതിന് വേണ്ടിയിട്ടായിരിക്കും അവർ വരുന്നത്. അതുകൊണ്ട് അവരുടെ വയറ്റ് തടിക്കാതിരിക്കും. നിങ്ങളും അവരെ പോലെ തന്നെ നിങ്ങളും ജോലിക്ക് വന്ന് ആദ്യമേ വന്ന് തെണ്ടിയ കാല് പിടിച്ച് തന്നെയാണ് നിങ്ങളും ജോലിക്ക് കയറിയത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പുതിയതായിട്ട് വരുന്ന പെൺകുട്ടി ഇത്തിരി കാണാൻ കൊള്ളാമെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി
എന്താ പറയുക, നല്ലോണം ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാര വെക്കാതിരിക്കുക, നിങ്ങൾ ടോർച്ചർ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ മനസ്സൊക്കെ ശുദ്ധമാക്കുക. മനസ്സിലായോ? നിങ്ങളുടെ മനസ്സെന്ന് പറയുന്ന നിങ്ങളുടെയൊക്കെ മനസ്സെന്ന് പറയുന്നുണ്ടല്ലോ വെറും അഴുക്ക് നിറഞ്ഞിരിക്കുകയാണ്. മൊത്തത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് മൊത്തത്തിൽ സ്വാർത്ഥമായിക്കൊണ്ട് പണം 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 എന്നുള്ളൊരു ചിന്ത, നമുക്ക് മാത്രം ഉണ്ടാക്കണം, നമുക്ക് മാത്രം പണം കിട്ടണം, നമുക്ക് മാത്രം ശമ്പളം കിട്ടണം, നിങ്ങളുടെ കയ്യിലും ഉണ്ട് തെറ്റ്. അങ്ങനെ നിങ്ങളുടെയും മനസ്സ് അഴുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഈ മുതലാളിമാരായാലും തൊഴിലാളിമാരായാലും എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിദ്വേഷവും എന്താ പറയാ ടോട്ടലി അഴുക്ക. അത് ഈ പറയുന്ന സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി നെഗറ്റീവാണ്, ഫുള്ള് നെഗറ്റീവ് പ്ലേസസ് ആണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി. ഇവിടെ വന്നിട്ടാണ് ഈ ജനങ്ങൾ വന്നിട്ട് അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന, അവര് കൂലിപ്പണി ചെയ്തോ അവരെന്തെങ്കിലും ജോലി ചെയ്തോ ഉണ്ടാക്കണ പൈസ കൊണ്ടുവന്നിട്ട് അവരവിടെ കൊടുത്തിട്ട് ഓരോ ഡ്രസ്സുകൾ വാങ്ങുന്ന, ഓരോ സാധനങ്ങൾ വാങ്ങുന്നേ, അത് വാങ്ങുന്നേ, ഇത് വാങ്ങുന്നേ. അപ്പൊ അത് ചിന്തിക്കുക. നിങ്ങൾ ഇനിയെങ്കിലും എന്താ പറയാ ഇതൊക്കെ മനസ്സിലാക്കുക. എല്ലാവർക്കും ജീവിക്കണം. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. ആരും പണക്കാരോ ആരും ഒരുപാട് പൈസ ഉള്ളവരോ ഒന്നുമല്ല. അങ്ങനെ പൈസ ഉള്ളവരാണ്, പണക്കാരാണെങ്കിൽ അവർക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ, അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. അവരുടെ അച്ഛനോ അമ്മയ്ക്കും ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് ഒരു പ്രശ്നമില്ലെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് വല്ലതും കഴിച്ചിരുന്നാൽ പോരെ. എന്തിനാണ് അവർ ജോലിക്ക് പോണത്? അപ്പം എല്ലാവരും പരസ്പരം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദ്രോഹിക്കാതിരിക്കുക. നിങ്ങൾ എന്താ പറയാ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, അത് മനസ്സിലാക്കുക. ആൺകുട്ടിയായാലും ശരി, പെൺകുട്ടിയായാലും ശരി, ഇനി പുതുതായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയായാലും ശരി, ആരായാലും നിങ്ങളും അതേപോലെ. നിങ്ങൾ അപ്പൊ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ ഇവിടെ തന്നെ പോത്തീസിന്റെ അടുത്ത് തന്നെ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, നിങ്ങൾക്കതറിയാം, വിജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസ്. ഞാൻ അവിടെ ജോലിക്ക് പോയിരുന്നു. അവിടെ ജോലിക്ക് പോയിരുന്നപ്പോൾ ഞാൻ അവിടുത്തെ ചേച്ചിമാരൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സാരിയൊക്കെ മടക്കുന്ന ചേച്ചിമാരുടെ കൂടെ നിന്ന ചേച്ചിമാരൊക്കെ നല്ല സ്വഭാവമായിരുന്നു, നല്ല ചേച്ചിമാരായിരുന്നു. പക്ഷെ അവിടെ ക്യാഷ്യറിൽ മൂന്ന് പെൺപിള്ളേർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആ ക്യാഷ്യറിന്റെ അവിടോട്ട് പോയിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇവളുമാരെന്തോ എന്നോട് ഇങ്ങനെ എന്താ പറയാ ദേഷ്യപ്പെട്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയാ നമ്മളെന്തോ ഒരു അന്യഗ്രഹ ജീവിയാണെന്നുള്ള രീതിയിൽ അവളുമാര് കാണിച്ചു. ഈ ക്യാഷ് എന്ന് പറയുന്ന ലക്ഷ്മിയാണ്. ഈ ലക്ഷ്മിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു സ്റ്റാഫ് വരുമ്പോൾ ആ സ്റ്റാഫിനെ ഇങ്ങനെ കാണിച്ചു വരട്ടി ഇങ്ങനെ പല ഇത് പറഞ്ഞ് ഇതാക്കണം. ആ നിമിഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമ്മളെന്തോ അവളെന്തോ പിടിച്ചു വാങ്ങാൻ വന്ന പോലെ, മനസ്സിലായോ? നമ്മൾ അവളെയൊക്കെ എന്തോ പിടിച്ചു വാങ്ങാൻ ചെന്ന പോലെയാണ് ഇവളുമാര് നമ്മളോട് കാണിച്ചത്. ഇവളുമാരെ പോലെ തന്നെ നമ്മളും അത്രയും നമുക്കും പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളോട്, എൻ്റെ വീട്ടുകാർക്ക് വീട് പോലും ഇല്ല. ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ജോലിക്ക് കയറിയത്. ആ സാറ് നല്ലൊരു മനുഷ്യനായിരുന്നു, അതുകൊണ്ട് ജോലിക്ക് എടുത്തു. ആ ചേച്ചിമാര് നല്ല ചേച്ചിമാരായിരുന്നു എൻ്റെ കൂടെ നിന്ന്. പക്ഷെ ഈ പറയുന്ന ക്യാഷ്യർ ഇരിക്കുന്ന ഈ ഇവളുമാരെന്ന് പറഞ്ഞാൽ വെറും ഇതായിരുന്നു. അപ്പൊ ഏതൊരു സ്ഥാപനത്തിലുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ, മനസ്സിലായോ? ഏതൊരു സ്ഥാപനത്തിലുണ്ട് ഇങ്ങനെ നമ്മളെ ജീവിക്കാൻ, നമ്മൾ എന്താ പറയാ നമ്മളെ അവരെ പോലെ തന്നെയാണ് നമ്മളും ജീവിക്കാൻ ചെല്ലുന്നത്. അവരെ പോലെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും നമ്മൾ ജോലിക്ക് ചെല്ലുന്നുള്ള അവർ മനസ്സിലാക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള പെൺകുട്ടികളും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള പെൺകുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങൾ ആര് ജോലിക്ക് വന്നാലും അവരവരുടെ ജോലി ചെയ്തിട്ട് അവർ ഉള്ള ശമ്പളം മേടിച്ച് അവർ പോട്ടെ. നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, ആവശ്യത്തിന് വാരിക്കോരി എല്ലാം നിങ്ങളുടെ ജോലി ചെയ്യുന്നതിനുള്ള നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്നത്? പിന്നെ എന്തിനാണ് ഈ പുതുതായിട്ട് വരുന്ന പിള്ളേരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, ഇങ്ങനെ റാഗ് ചെയ്യുന്നത്, ഇങ്ങനെ കാണിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ? അതും കൂടി ഒന്ന് പറയാം. അപ്പം എല്ലാവരുടെ കയ്യിലും ഉണ്ട് തെറ്റ്. അവരുടെ ഭാഗത്ത് മുതലാളിമാരായാലും അവിടെ ആയാലും അങ്ങനെയുണ്ട്, ഇങ്ങനെ തൊഴിലാളികളായാലും ഉണ്ട്, ഏത് സ്ഥാപനങ്ങളിലായാലും ഉണ്ട്, എല്ലായിടത്തും ആയാലും ഉണ്ട്. അപ്പം ഇതെനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല കൂട്ടുകാരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ നിങ്ങളെല്ലാവരും എത്ര ജനങ്ങൾ പറ്റുമോ അത്രയും ജനങ്ങൾ നിങ്ങൾ ഇത് എത്തിക്കണം. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഓരോരോ സ്ഥാപനങ്ങളിൽ ഓരോരോ സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇനി ഇതൊന്നുമല്ല, ഇതിനപ്പുറം ഇതിനകത്ത് പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല.
കാരണം എനിക്കിത് പറയാനായിട്ട് എനിക്ക് അങ്ങനെ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഓരോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഭൂലോകത്തിൽ, ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഭൂലോകം ഫുൾ ടോട്ടലായിട്ട് ഞാൻ പറയുന്നില്ല, കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നത്, കേരളത്തിൽ ഓരോ സ്ഥാപനങ്ങളിലായാലും ഓരോരുത്തടുത്തും നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക്, നമ്മളെ പോലുള്ള നല്ല മനുഷ്യർക്ക്, മനസ്സിൽ ശുദ്ധതയുള്ളവർക്ക്, നല്ലവരായിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് തറവാടികൾക്ക്, നല്ലവർക്ക് ജീവിച്ചു പോവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം അത് മനസ്സിലാക്കട്ടോ. ഇനി നമുക്ക് അടുത്ത് വായിക്കാം. മുനിശ്രേഷ്ഠ, അങ്ങ് ഭാഗ്യവാനാണ്. അങ്ങയുടെ തപസ്സിന്റെ കാഠിന്യം മൂലമാണ് നാം ഇവിടെ വരാൻ പ്രേരിതനായത്. നമുക്ക് വളരെ സന്തോഷമുണ്ട്. എന്ത് വരമാണ് അങ്ങ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? അത് അറിയിച്ചാലും. മഹർഷി വിനീത ഭാവത്തിൽ പറഞ്ഞു. വരുണദേവ, ഈ നാടിനോട് അങ്ങ് കരുണ കാണിക്കണം. അങ്ങയുടെ കാരുണ്യകരമായ വർഷമുണ്ടാകാത്തതിനാൽ ധാരാളം ജീവികൾ ചത്തൊടുങ്ങിയിരിക്കുന്നു. അവശേഷിച്ചവർ ജീവനും കൊണ്ട് മറ്റു നാടുകളിലേക്ക് ഓടിപ്പോയിരിക്കുന്നു. അതിനാൽ ഇനിയും പരീക്ഷിക്കാതെ മഴ നൽകി ഈ നാടിനെ രക്ഷിക്കണേ. മഹർഷിയുടെ അപേക്ഷ കേട്ട വരുണദേവൻ പറഞ്ഞു. ഹേ മഹർഷി, ദേവന്മാരുടെ ചെയ്തികൾക്ക് വിരുദ്ധമായി മഴ നൽകാൻ പ്രയാസമാണ്. എന്നാൽ അങ്ങയുടെ തപസ്സിനുള്ള ഫലം നൽകാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തതിനാൽ അങ്ങേക്ക് ഇഷ്ടാനുസരണം ലഭിക്കുന്ന അക്ഷയമായ ജലം ഞാൻ നൽകാം. അതിനായി ഒരു കുഴി നിർമ്മിക്കുക. വരുണന്റെ നിർദ്ദേശമനുസരിച്ച് ഗൗതമ മുനി ഒരടി താഴ്ചയുള്ള ഒരു കുഴി നിർമ്മിച്ചു. ഉടനെ വരുണൻ അതിൽ ദിവ്യജലം നിറച്ചു കൊടുത്തു. അനന്തരം അദ്ദേഹം മുനിയോട് ഇപ്രകാരം പ്രസ്താവിച്ചു. മഹാനായ ഗൗതമ മുനി, നാം നിറച്ചു തന്ന ഈ ജലം ഒരിക്കലും വറ്റുകയില്ല. ഇത് തീർത്ഥരൂപത്തിൽ തന്നെ ഇവിടെ നിലകൊള്ളും. അങ്ങയുടെ പേരിൽ ഇത് ഭൂമിയിൽ പ്രസിദ്ധി ആർജിക്കും. അവിടെ നടത്തുന്ന ദാനം, ഹോമം, തപസ്, ദേവപൂജ, പിതൃദാനം തുടങ്ങിയ സ്വാത്വിക കർമ്മങ്ങളെല്ലാം അക്ഷമമായിരിക്കുകയും ചെയ്യുന്നതാണ്. താങ്കൾക്ക് ഐശ്വര്യം ഭവിക്കട്ടെ. ഇപ്രകാരം അരുളി ചെയ്ത ശേഷം വരുണദേവൻ അന്തർദാനം ചെയ്തു. മഹർഷി തനിക്ക് ലഭിച്ച അക്ഷയ തീർത്ഥം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തു. അപ്പോൾ ഈ മഹർഷി പറയുകയാണ്, മഹർഷി ആരോടാണ് പറയുന്നത്? വരുണദേവനോട് പറയുകയാണ്. ഇങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഇത്രയും അത്രയും വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, വരൾച്ചയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, മനുഷ്യർ ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജീവജാലങ്ങളെല്ലാം മരണപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് അങ്ങ് തീർച്ചയായിട്ടും ജലം നൽകണം, അതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹം തരണമെന്ന് പറയുകയാണ്. അങ്ങനെ വരുണദേവൻ ഈ മഹർഷിക്ക് അതിനുള്ള അനുഗ്രഹം കൊടുക്കുകയാണ്. അങ്ങനെ ഒരു അക്ഷയപാത്രം കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് മഹർഷി എന്ത് ചെയ്യുകയാണ്? മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജലം പകർന്നു കൊടുക്കുകയാണ്. അങ്ങനെ വിധി അനുസരിച്ച് അദ്ദേഹം നിത്യനൈമിത്തിക കർമ്മങ്ങൾ ആചരിച്ചു വന്നു. പിന്നെ നിത്യവും ഹോമം നടത്തുന്നതിനായി യമം, വാരിനെല്ല് എന്നിവ വിതച്ചു. അതോടെ അനേകം തരത്തിലുള്ള വൃക്ഷങ്ങളും ധാന്യങ്ങളും ഫലമൂലാദികളും വളർന്നു വന്നു. ഗൗതമാശ്രമത്തിലെ സമൃദ്ധിയെക്കുറിച്ച് അറിഞ്ഞ ആയിരക്കണക്കിന് മുനിമാരും പശുപക്ഷി മൃഗാദികളും അന്യദേശങ്ങളിൽ നിന്നും വന്ന് അവിടെ സ്ഥിരം താമസം ആരംഭിച്ചു. അങ്ങനെ ആ വനഭൂമിയിൽ, വനങ്ങളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യവും പുഷ്ടിയും ഉള്ളതായി തീർന്നു. അപൂർവമായ ലതകളാലും വിശിഷ്ടങ്ങളും ദിവ്യദിവ്യവുമായ കുസുമങ്ങളാലും ആ വനവാസികളുടെ മാനസോദ്യാനത്തിൽ അവാച്യമായ ആത്മീയ അനുഭൂതി കളിയാടി. ഐശ്വര്യവും ആനന്ദവും കൊണ്ട് ദേവലോകത്തിനു തുല്യം അവിടം പ്രശോഭിച്ചു. ദിവ്യ പരിവേഷം സദാ അവിടെ നിറഞ്ഞു നിന്നു. മുനിയുടെ ആധ്യാത്മിക ശക്തി കൊണ്ടും അഹല്യയുടെ തപോനിഷ്ഠ കൊണ്ടും അവിടുത്തെ അന്തരീക്ഷം അത്യന്തം പവിത്രവും പ്രശാന്തവുമായിരുന്നു. പരസ്പരം ഐക്യതയോടും സ്നേഹത്തോടും കൂടി ജനങ്ങളും പക്ഷി മൃഗാദികളും അവിടെ പാർത്തു വന്നു. പക്ഷേ വിധിവിഹിതം അനുഭവിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ലെന്ന പ്രപഞ്ച സത്യം അവിടെയും നടപ്പിലാക്കാൻ ഈശ്വര കൽപ്പനയുണ്ടായി. ഒരിക്കൽ അഹല്യയും അവിടെ വസിച്ചിരുന്ന ബ്രാഹ്മണ സ്ത്രീകളും തമ്മിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ കലഹിച്ചു. അന്തർജനങ്ങൾ കോപാകുലരാകുകയും ഗൗതമ മുനിയെ നശിപ്പിക്കുന്നതിന് ഭർത്താക്കന്മാരെ നിരന്തരം പ്രേരിപ്പിക്കുകയും ചെയ്തു. ബ്രാഹ്മണർക്ക് ഒരിക്കലും പദ്യമല്ലാത്ത രജോ ഗുണത്തിലും തമോ ഗുണത്തിലും അവരുടെ മാനസം ലയിച്ചു. അപ്പൊ ഈ വെള്ളത്തിന്റെ ദൗർലഭ്യം വരുമ്പോഴത്തേക്കും എല്ലാവർക്കും പരസ്പരം ഇതുണ്ടാവുമല്ലോ. അങ്ങനെ വെള്ളത്തിന്റെ ദൗർലഭ്യം വന്നപ്പോഴത്തേക്കും ബ്രാഹ്മണ സ്ത്രീകളും അതുപോലെ തന്നെ അവിടെ വസിച്ചിരുന്ന അഹല്യയും തമ്മിൽ വളരെയധികം ഒരു തർക്കം ഉണ്ടാവുകയാണ്. അങ്ങനെ തർക്കം ഉണ്ടാവുമ്പോഴത്തേക്ക് ഇവർക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഗൗതമ മുനി തന്റെ തപസിദ്ധ്യാല് അഹല്യയുടെ അനുഷ്ഠാന വൈഭവത്തിൽ അസൂയാലുക്കളായ അവർ ശ്രീ മഹാഗണപതിയെ പൂജിച്ച് പ്രത്യക്ഷപ്പെടുത്തിയിട്ട്
അവര് പറയുകയാണ്. അപ്പം ഈ അഹല്യാദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത്രയും പ്യുവറായിട്ടുള്ള ഒരു ദേവിയാണ് അഹല്യാദേവി. പക്ഷെ ഇടയ്ക്ക് ഒരു ഗൗതമ മഹർഷിയുടെ പത്നിയായിരുന്നു അഹല്യ. ശാപമൊക്കെ അഹല്യദേവിക്ക് കിട്ടും. പിന്നീട് ശ്രീരാമചന്ദ്രമൂർത്തി വന്നാണ് അഹല്യ ശാപത്തിൽ നിന്ന് മുക്തിയാക്കുന്നത്. ഈ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഈ അഹല്യാദേവി നല്ല ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ത്രീകൾക്ക് ഈ അഹല്യാദേവിയോട് ഒരു അസൂയ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഒരാൾ നല്ലതാവുമ്പോൾ മറ്റുള്ളവർ അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് നടക്കുമ്പോൾ അയാളെ ഇഷ്ടപ്പെടാതിരിക്കുക, അങ്ങനൊരു അവസ്ഥ. അങ്ങനെ മറ്റുള്ള സ്ത്രീകളെല്ലാവരും കൂടി ചേർന്ന് ഈ അഹല്യയുടെ അനുഷ്ഠാന വൈഭവത്തിലും അസൂയ അലുക്കളായ അവർ ശ്രീ മഹാഗണപതിയെ പൂജിച്ച് അവരെ പ്രത്യക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ ആ വിപ്രന്മാർ പറഞ്ഞു, ഭഗവാനെ ഗണേശ്വര, അവിടുത്തെ പാദകമലങ്ങളിൽ ഞാനിതാ ശതകോടി പ്രണാമം അർപ്പിക്കുന്നു. വിഘ്നനാശകനായ ഭഗവാനെ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അങ്ങ് സംപ്രീതനാണെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വരപ്രസാദം നൽകി അനുഗ്രഹിക്കാൻ ദയവുണ്ടാകണം. കൂടാതെ അവരുടെ ക്രോധത്താൽ ഗൗതമൻ ആശ്രമത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയും വേണം. ബ്രാഹ്മണരുടെ വരദാന ആവശ്യം കേട്ടറിഞ്ഞ ശ്രീ ഗണേശ ഭഗവാൻ പറഞ്ഞു, ഹേ വിപ്രന്മാരെ, നിങ്ങൾ ആവശ്യപ്പെടുന്ന വരം നൽകാൻ നമുക്കാവില്ല. ചപലകളായ സ്ത്രീകളുടെ പ്രലോഭനങ്ങൾക്ക് വിധേയരായി നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു വരം നിങ്ങൾ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ സത്യത്തെ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ പട്ടിണി മൂലം നിങ്ങൾ വളരെയധികം ദുഃഖിക്കേണ്ടി വന്നപ്പോൾ ഗൗതമ മഹർഷി കാണിച്ച കാരുണ്യാതിരേകത്താലാണ് നിങ്ങൾക്ക് ഉണ്ടായതെന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഇപ്പോൾ വിസ്മരിക്കുന്നു. അദ്ദേഹത്തോട് കൃതാർത്ഥരായി വർത്തിക്കേണ്ടതിന് പകരം നിങ്ങൾ ഉപദ്രവം വരുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ധർമ്മമാണെന്ന് തോന്നുന്നുണ്ടോ? യാതൊരു തെറ്റും ചെയ്യാത്ത മഹർഷിയോട് നിങ്ങൾ വിദ്വേഷം കാട്ടുന്നത് നിങ്ങളുടെ നാശത്തിലേക്കുള്ള വഴി തെളിക്കുന്നുവെന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. നന്മയിൽ അധിഷ്ഠിതമായ കർമ്മം ആചരിക്കുന്നവർക്ക് തിന്മയുടെ ഫലം ലഭിക്കുകയില്ലെന്നും തിന്മയിൽ അധിഷ്ഠിതമായ കർമ്മത്തിന് നന്മയുടെ ഫലം ലഭിക്കുകയില്ലെന്നും ഒരിക്കൽ ബ്രഹ്മദേവൻ പ്രസ്താവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ പ്രവൃത്തി മൂലം ഗൗതമന് നന്മയെ വരൂ. കാരണം അദ്ദേഹം നന്മ മാത്രം ആഗ്രഹിക്കുന്ന മഹാനായ മഹർഷിയാണ്. അതിനാൽ നിങ്ങൾ മറ്റേതെങ്കിലും വരം ചോദിച്ചാൽ അത് നാം നൽകുന്നതാണ്. ശ്രീ ഗണേശന്റെ വാക്കുകൾ ബ്രാഹ്മണർക്ക് പദ്യമായില്ല. ഭഗവാന്റെ വാക്കുകൾ അനുസരിക്കാൻ അവർ തയ്യാറായതേയില്ല. ഇക്കാര്യം മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു, ഹേ വിപ്രന്മാരെ, നാം പറഞ്ഞത് ധർമ്മമാണ്. സ്വധർമ്മം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട വരം തന്നെ നാം നൽകുന്നു. പക്ഷേ പാപത്തിൽ അധിഷ്ഠിതമായ വരം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇപ്രകാരം പ്രസ്താവിച്ച ശേഷം ഗണേശൻ അപ്രത്യക്ഷനായി. അപ്പോൾ ഈ മഹർഷിയും അഹല്യയും വളരെയധികം നല്ലവരായിരുന്നു. അവർ മറ്റുള്ളവരുടെ നന്മയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ എന്ത് ചെയ്യുകയാണ്, മറ്റുള്ള മനുഷ്യർക്ക് ഈ അവരെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഇത് ഇടപെടുന്നത് കാണുമ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവരോട് വിദ്വേഷം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. അങ്ങനെ ഈ പറയുന്ന ജനങ്ങൾക്ക് ഈ പറയുന്ന ഋഷിയോടും അതുപോലെ ഋഷിപത്നിയോടും അഹല്യയോടും വളരെയധികം ദേഷ്യം ഉണ്ടാവുകയാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്യാണ്, ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഗണേശ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. ഗണേശ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഗണേശ ഭഗവാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ, നല്ല കാര്യങ്ങൾ മാത്രമേ ഗൗതമ മഹർഷിയും അഹല്യാദേവിയും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും അഹല്യാദേവിക്കെതിരെയോ ഗൗതമ മഹർഷിക്കെതിരെയോ ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നതല്ല എന്ന് പറയും. അപ്പോൾ ഇവർ വീണ്ടും കരഞ്ഞൊക്കെ പറയുമ്പോൾ ഗണേശ ഭഗവാൻ പറയും, നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത്, അതായത് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, അതുകൊണ്ട് തന്നെ ആ തെറ്റിൻ്റെ ഭവിഷ്യത്ത് ഇതിനെക്കാട്ടിലും ഘോരമായിട്ട് തന്നെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണെന്നും കൂടി ഗണേശ ഭഗവാൻ അവരോട് പറയുകയാണ്. താമസന്മാരായ ബ്രാഹ്മണർ ഒരു ചാവാലി പശുവിനെ അഴിച്ചുവിടുകയും അത് ഗൗതമ മഹർഷിയുടെ ധർമ്മപത്നിയായ അഹല്യാദേവി ഉണക്കാനിട്ടിരുന്ന നെല്ലും ഗോതമ്പും തിന്നാൻ തുടങ്ങി. ഈ സന്ദർഭത്തിൽ മഹർഷി അവിടെ സാന്നിധ്യം കൊണ്ടു. ആ പശുവിന്റെ അനാരോഗ്യകരമായ ദയനീയാവസ്ഥ കണ്ട് അകതാരിൽ അലിവ് തോന്നിയ അദ്ദേഹം ഒരു പിടി പുല്ല് പറിച്ചെടുത്ത് ആ ചാവാലി പശുവിനെ ഓടിച്ചു. ഗൗതമ മഹർഷി പിടിച്ചിരുന്ന ആ പുൽക്കൊടി പശുവിന്റെ ദേഹത്ത് സ്പർശിച്ചതോടെ അത് നിലത്തു വീണു. മഹർഷി നോക്കി നിൽക്കെ അത് ചരമഗതി പ്രാപിക്കുകയും ചെയ്തു. ഇതെല്ലാം മറഞ്ഞു നിന്ന് കാണുകയായിരുന്ന ദുർബുദ്ധികളായ ബ്രാഹ്മണർ ഓടി വരികയും ഗോവിനെ കൊന്നത് ഗൗതമനാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ധർമ്മം ആചരിച്ചു പോന്നിരുന്ന മഹർഷി ദുഷ്ടബ്രാഹ്മണരുടെ ആക്ഷേപ വാക്കുകൾ കേട്ട് പരിഭ്രാന്തനായി. എന്താണ് ചെയ്യേണ്ടതെന്നോ എന്താണ് പറയേണ്ടതെന്നോ അറിയാതെ മഹാമനസ്കനായ മഹർഷി താങ്ങാനാകാത്ത ദുഃഖഭാരവും ഹൃദയത്തിൽ പേറി
വിളറിക്കൊണ്ടു നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ ധർമ്മപത്നിയായ അഹല്യയോട് പറഞ്ഞു, ദേവി അഹല്യേ, ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ പരമേശ്വരൻ നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. കാരണം ആ പരമ്പൊരുൾ അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല. അദ്ദേഹം കാരുണ്യ സാഗരമായിരിക്കെ നമ്മോട് കോപിക്കാൻ സാധ്യതയില്ല. ഇനി നാം എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് യാതൊരു നിശ്ചയവുമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തക്ക വിധത്തിൽ നാം ഒരു പാപകർമ്മവും ചെയ്തിട്ടുള്ളതായി ഓർക്കുന്നില്ല. ആ വത്സലനായ ശ്രീ ശങ്കരന്റെ പാദകമലങ്ങളെ സ്മരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഇന്ന് വരെയും കർമ്മങ്ങൾ ആചരിച്ചു പോന്നിട്ടുള്ളൂ. എന്തായാലും നാം അനുഷ്ഠിച്ചു പോന്നിട്ടുള്ള സത്കർമ്മങ്ങൾക്ക് ശ്രീ പരമേശ്വരൻ ഫലം നൽകുക തന്നെ ചെയ്യും. ഗൗതമ മഹർഷിയുടെ നിഷ്കളങ്കത അറിഞ്ഞിട്ടും ബ്രാഹ്മണർക്കും അവരുടെ പത്നിമാർക്കും അദ്ദേഹത്തോടുള്ള പക കെട്ടടങ്ങിയില്ല. അവർ ഋഷിവര്യനോട് പറഞ്ഞു. അപ്പോ ഇവരെന്ത് ചെയ്യുകയാണ്? അപ്പോൾ ഈ ഗൗതമ മഹർഷിയുടെ പത്നി അഹല്യ കുറെ നെല്ലൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ നെല്ലൊക്കെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ പശുക്കളെ അവിടേക്ക് അഴിച്ചു വിടുകയാണ്. അങ്ങനെ അതിലൊരു പശു വന്നിട്ട് ഈ നെല്ലെല്ലാം കഴിക്കുകയാണ്. അങ്ങനെ ഈ നെല്ലെല്ലാം ഭക്ഷിക്കുന്നത് കണ്ടിട്ട് ഗൗതമ മഹർഷി ഒരു പുല്ലെടുത്തിട്ട് ഇതിനെ ഓടിക്കുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ പുല്ല് ഈ പശുവിന്റെ ദേഹത്ത് കൊള്ളുകയും അങ്ങനെ പശുവും മൃതിയടയുകയും ചെയ്യുകയാണ്. അപ്പൊ ഇത് കണ്ടു നിന്ന ഈ ഗൗതമ മഹർഷിയോട് വിദ്വേഷമുള്ള ബ്രാഹ്മണരുണ്ടല്ലോ, അവര് വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഋഷിയായിട്ടുള്ള അങ്ങ് ഇപ്പോ ഒരു പശുവിനെയാണ് വധിച്ചിരിക്കുന്നത്, ഗോഹത്യയാണ് ചെയ്തിരിക്കുന്നത്, മഹാപാപമാണെന്നുള്ള രീതിയിൽ ആ ഋഷിയോട് പറയുകയാണ്. അങ്ങനെ ഋഷിക്ക് ഇതിനുള്ള ശിക്ഷ കൊടുക്കണമെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവര് വീണ്ടും പറയുകയാണ്, ഗൗതമ മുനെ, നിങ്ങൾ കാരണം ഗോമാതാവ് ചരമഗതി പ്രാപിച്ചതിനാൽ ഘോരമായ പാപമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ ഉടൻ തന്നെ ആശ്രമം വിട്ട് എവിടെയെങ്കിലും പോകുക. നിങ്ങൾ ഇവിടെ വസിക്കുന്നിടത്തോളം കാലം അഗ്നിദേവനും പിതൃക്കളും ഞങ്ങൾ നൽകുന്ന ഹവ്യകവ്യങ്ങൾ സ്വീകരിക്കുകയില്ല. ഗോഹത്യയേക്കാൾ കൊടിയ പാപം മറ്റൊന്നും തന്നെയില്ല. ഇനിയും നിങ്ങൾ ഇവിടെ തുടർന്നാൽ ഈ നാട് തന്നെ മുടിയും. ഇപ്രകാരം കഠിനമായ ശകാരവാക്കുകൾ പറഞ്ഞുകൊണ്ട് അവർ മഹാനായ ആ ഋഷിവര്യനെ കല്ലെറിഞ്ഞോടിക്കാൻ ശ്രമിച്ചു. അസഹനീയമായ വിധത്തിലുള്ള പീഡനമേറ്റ ഗൗതമ മുനി അത്യന്തം വിഷാദത്തോടെ പറഞ്ഞു, ഹേ ബ്രാഹ്മണരെ, നിങ്ങളുടെ വാക്കുകൾ കൂരമ്പുകളേക്കാൾ മൂർച്ചയുള്ളവയാണ്. നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കാതിരിക്കുകയില്ല. ഇനി നിങ്ങളെ വേദനിപ്പിക്കരുത്. ഇവിടെ നിന്നും നിങ്ങൾ എവിടേക്കെങ്കിലും പൊയ്ക്കൊള്ളാം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ധർമ്മപത്നിയോടൊപ്പം ആശ്രമം വിട്ട് ഒരു കാതം അകലെയുള്ള ഒരു സ്ഥലത്ത് ചെന്ന് മറ്റൊരു ആശ്രമം സ്ഥാപിച്ച് അവിടെ താമസം ആരംഭിച്ചു. പക്ഷേ ദുഷ്ടരായ ബ്രാഹ്മണർ അവിടെയും എത്തി. അങ്ങനെ ഗൗതമ മഹർഷിയോട് പറഞ്ഞു, നിങ്ങൾക്കിനി ഇവിടെ താമസിക്കാനുള്ള യാതൊരു അധികാരവുമില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതമ മഹർഷി അവിടെ നിന്ന് ഓടിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഗൗതമ മഹർഷി അവിടെ നിന്ന് പോയിട്ട് വേറൊരു സ്ഥലത്ത് ജീവിക്കുകയാണ്. പക്ഷെ ഈ ബ്രാഹ്മണർ എന്നിട്ടും ഗൗതമ മഹർഷിയെ വെറുതെ വിടുന്നില്ല. അവിടെയും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അവിടെയും വന്ന് അദ്ദേഹത്തെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയാണ്. ഇപ്പം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. ആരെങ്കിലും വന്നിട്ട് സത്യസന്ധമായിട്ടുള്ള പച്ചയായിട്ടുള്ള സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ അവരെ കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് അവരെ എന്താ പറയാ ദ്രോഹിക്കാൻ ശ്രമിക്കും. അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അവർ കൊള്ളാത്തവരാണ്, അവർ ഇങ്ങനെയുള്ളവരാണ്, ഇങ്ങനെയുള്ള സ്ത്രീയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുരുഷനാണെന്ന് പറഞ്ഞ് അവരെ അപവാദങ്ങൾ പറഞ്ഞ് പരത്തി അവരെ ദ്രോഹിക്കാൻ നോക്കും. ഇത് എൻ്റെ ഇതിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതേപോലുള്ള പല സത്യങ്ങളും വിളിച്ചു പറഞ്ഞ സമയത്ത് എന്നെ കുറിച്ച് ഇതേപോലെയുള്ള ഒരുപാട് അപവാദങ്ങൾ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി പല രീതിയിൽ എൻ്റെ ഹസ്ബൻഡിനോടായാലും പല രീതിയിലുള്ള അപവാദങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പല പ്രശ്നങ്ങൾ എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പം ഇങ്ങനെ സത്യങ്ങൾ സത്യമായിട്ട് വിളിച്ച് പറയുന്നവരെ അപവാദങ്ങൾ പറയാനോ അപകീർത്തിപ്പെടുത്താനോ ആയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ അവരുടെ തെറ്റുകൾ അവർ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആ സത്യങ്ങൾ പറഞ്ഞ ആളെ അപവാദങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അങ്ങനെ ഗൗതമ മഹർഷിയെ അവിടെ നിന്ന് അവർ ആട്ടിപ്പായിക്കുകയാണ്. ആട്ടിപ്പായിച്ചിട്ട് ഗൗതമ മഹർഷി വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെയും ചെന്നിട്ട് ദ്രോഹിക്കുകയാണ്. അവിടെയും ചെന്നിട്ട് ഗൗതമ മഹർഷിയെ കുറിച്ച് അപവാദങ്ങളൊക്കെ പറഞ്ഞു വരുത്തുകയാണ്. ധർമ്മത്തെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പാപിയാണ്. നിങ്ങൾ ചെയ്ത ഘോരപാപം നിങ്ങളെ വിട്ട് അകലുന്നത് വരെ യജ്ഞമോ യാഗമോ ചെയ്യാൻ പാടില്ല. അതിന് ഞങ്ങൾ നിങ്ങളെ അനുവദിക്കുകയുമില്ല. ഗൗതമ, നിങ്ങൾ ചെയ്ത പാപം ഏറ്റുപറഞ്ഞ് 3 പ്രാവശ്യം ഈ ഭൂമണ്ഡലം പ്രദക്ഷിണം വയ്ക്കുക. അതിനുശേഷം 1 മാസം വിധിപ്രകാരം വ്രതമനുഷ്ഠിക്കുക. പിന്നീട് ബ്രഹ്മഗിരിക്ക് ചുറ്റും 101 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം. അതോടെ പാപങ്ങൾ നീങ്ങി നിങ്ങൾ പരിശുദ്ധനായി തീരുന്നതാണ്. ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗംഗയെ ആദരിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്ന് അതിൽ സ്നാനം ചെയ്യുക. കൂടാതെ ഒരു കോടി പാർത്ഥിവ ലിംഗം ഉണ്ടാക്കി മഹാദേവനെ ആരാധിച്ചാൽ മുക്തി ലഭിക്കും. ബ്രാഹ്മണരുടെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അനന്തരം ലിംഗം നിർമ്മിച്ച് ശിവപൂജ ആരംഭിച്ചു. 100 കുടം ജലം കൊണ്ട് സ്നാനം നടത്തിയ അദ്ദേഹത്തോടൊപ്പം അഹല്യയും ഉണ്ടായിരുന്നു.
ഈ സന്ദർഭത്തിൽ മുനിയുടെ ശിഷ്യന്മാരും ഉപശിഷ്യന്മാരും അദ്ദേഹത്തെ പരിചരിച്ചു. ഗൗതമ മുനിയുടെയും അഹല്യയുടെയും വ്രതാനുഷ്ഠാനങ്ങളിലും പൂജയിലും സംപ്രീതനായി തീർന്ന ശ്രീ പരമേശ്വരൻ പാർവതീ ദേവിയോടൊപ്പം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ മുനിയോട് പറഞ്ഞു, മഹാനായ ഗൗതമ, അങ്ങയുടെയും അഹല്യയുടെയും ഭക്തിയിൽ നാം വളരെ സന്തുഷ്ടനായിരിക്കുന്നു. അതിനാൽ അങ്ങ് എന്ത് ചോദിച്ചാലും തരാൻ ഞാൻ തയ്യാറാണ്. എന്ത് വരമാണ് അങ്ങ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ഗൗതമ മുനിയുടെയും അഹല്യയുടെയും വ്രതാനുഷ്ഠാനം ചെയ്യുകയാണ്. അങ്ങനെ ആ വ്രതാനുഷ്ഠാനത്തില് ശ്രീ പരമേശ്വര ഭഗവാൻ, ശങ്കര ഭഗവാൻ സംപ്രീതനാവുകയാണ്. എന്നിട്ട് സന്തുഷ്ടനായ ശങ്കര ഭഗവാൻ ഗൗതമ മുനിയോട് ചോദിക്കുകയാണ്, അങ്ങേക്ക് അങ്ങയുടെ ഈ തപസ്സില്, അങ്ങയുടെ ഈ നല്ല സൽക്കർമ്മങ്ങളില് എല്ലാം തന്നെ ഞാൻ വളരെയധികം സംപ്രീതനായിരിക്കുകയാണ്. അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഭഗവാനോടുള്ള ഭക്തി പ്രകർഷത്താൽ അല്പനേരം വാക്കുകൾ ഉരിയാടാൻ കഴിയാതെ മുനി ഭഗവാന്റെ സുന്ദര രൂപത്തിൽ നയനങ്ങൾ ഊന്നിക്കൊണ്ടു നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ധൈര്യം വീണ്ടെടുത്ത മുനി ശ്രീ ശങ്കരന്റെയും ഭവാനി ദേവിയുടെയും പാദകമലങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ധർമാധർമ്മങ്ങൾ വേർതിരിച്ചറിഞ്ഞ് അവയ്ക്ക് ഉചിതമായ ഫലം നൽകുന്ന പരമാത്മാവേ, ഭക്തവത്സലായ ഓംകാരപ്പൊരുളെ, അടിയനെ പാപമില്ലാത്തവനാക്കി മാറ്റാൻ ദയുണ്ടാകണേ. തന്റെ ഭക്തന്മാരിൽ അഗ്രിമ സ്ഥാനത്തിന് അർഹനായ ഗൗതമന്റെ അപേക്ഷ കേട്ട ഭഗവാൻ ശ്രീശങ്കരൻ പറഞ്ഞു, മഹാമുനെ, അങ്ങ് എല്ലാ അർത്ഥത്തിലും ധന്യനാണ്. ധർമ്മം കാക്കുന്നതിൽ കൃത്യകൃത്യനുമാണ്. സദാ നേരവും എന്നെ മാത്രം സ്മരിച്ച് എന്റെ ഭക്തിയിൽ ലീനനായിരിക്കുന്ന അങ്ങ് എങ്ങനെയാണ് പാപമുള്ളവനാകുന്നത്? ആ ദുഷ്ടബ്രാഹ്മണൻ അങ്ങയെ മനഃപൂർവ്വം വഞ്ചിച്ചതാണ്. ദുഷ്ടന്മാരും ക്രൂരരും നീചചിന്തകളെ മനസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നവരുമായ അവർ കൃതജ്ഞരാണ്. അവരെ ദർശിക്കുമ്പോൾ ധന്യരാണെങ്കിലും പാപികളായി തീരുന്നതാണ്. എന്റെ ഭക്തനും ധർമ്മം അറിയുന്നവനുമായ അങ്ങയെ ആര് ദർശിക്കുന്നുവോ അവരുടെ സകല പാപങ്ങളും നശിച്ച് അവർ നന്മ നിറഞ്ഞവരായി തീരുന്നതാണ്. അതിനാൽ മുനെ, അങ്ങ് സധൈര്യം മുന്നോട്ട് പോകുക. പരമ്പൊരുളായ ശ്രീ ശങ്കരന്റെ തിരുനാവിൽ നിന്നും മുതിർന്നു വീണ സത്യവചസ്സുകൾ കേട്ടുനിന്ന ഗൗതമ മുനി വിസ്മയിച്ചു പോയി. അദ്ദേഹം ഭക്തിപൂർവം തന്റെ മുൻപിൽ ദിവ്യസ്മേരവുമായി നിൽക്കുന്ന ഭഗവാനെ ഭക്തിപൂർവം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, മഹേശ്വര, ആ ബ്രാഹ്മണൻ എന്നെ പാപിയായി കരുതി ആക്ഷേപിച്ചതും ആശ്രമത്തിൽ നിന്നും വിരട്ടി ഓടിച്ചതും ഒരു അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ്. കാരണം അവർ അന്ന് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് എന്റെ ഹൃദയക്ഷേത്രത്തിലെ ആത്മജ്യോതിസായ അങ്ങയെ ദർശിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുമായിരുന്നില്ല. അതിനാൽ ഒരർത്ഥത്തിൽ അവർ എന്നോട് കരുണയാണ് കാട്ടിയത്. എന്തായാലും അവർ ധന്യരാണ്. അവരുടെ ആക്ഷേപശരങ്ങൾ അങ്ങയുടെ തിരുസാന്നിധ്യം ഉണ്ടാക്കി തരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഗൗതമ മഹർഷി വളരെയധികം സന്തോഷത്തോടു കൂടി ഭഗവാനെ തന്നെ ദർശിക്കുകയാണ്. എന്നിട്ട് ഭഗവാനോട് പറയുകയാണ്, അവരെന്നോട് ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് അങ്ങേ ദർശിക്കാൻ കഴിഞ്ഞത് എന്നുള്ള രീതിയിൽ ഭഗവാനോട് അത്രയും സ്നേഹത്തോടെ കരുണയോടെ സംസാരിക്കുകയാണ്. ഭഗവാനോട് പറയുകയാണ്, അങ്ങയെ കാണാൻ കഴിഞ്ഞത് തന്നെയാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പുണ്യം. ഇതിൽ പരം ഒരു പുണ്യമില്ല. അങ്ങയെ കണ്ടതിലൂടെ എനിക്ക് എല്ലാം തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്ന് ശ്രീ പരമേശ്വരനോട് ഗൗതമ മുനി പറയുകയാണ്. ഗൗതമന്റെ വാക്കുകൾ കേട്ട് ശ്രീ ശങ്കരന് അദ്ദേഹത്തോട് വളരെയധികം മതിപ്പ് തോന്നി. ദയാദൃഷ്ടികളോടെ ഭഗവാൻ ഗൗതമ മുനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഗൗതമ, അങ്ങ് ധന്യനാണ്. എല്ലാ മുനിമാരിലും വെച്ച് അങ്ങ് ശ്രേഷ്ഠനാണ്. അതിനാൽ ഞാൻ വളരെയധികം പ്രസന്നനായിരിക്കുന്നു. എന്ത് വരം ആവശ്യപ്പെട്ടാലും അത് എന്ത് തന്നെയായാലും നൽകാൻ നാം തയ്യാറാണ്. ഗൗതമൻ ഭഗവാനോട് പറഞ്ഞു, മഹാപ്രഭോ ശംഭോ, അവിടുത്തെ പുണ്യമായ നാവിൽ നിന്നും അരിച്ചിറങ്ങിയ വാക്കുകൾ ദിവ്യപ്രസാദം തന്നെയാണ്. ധർമ്മം തന്നെ മനുഷ്യാകാരം പൂണ്ട അങ്ങയുടെ അരുളപ്പാടിൽ ഞാനും ധന്യനായി. സംഭവിച്ചതെല്ലാം നല്ലതു തന്നെ പ്രഭോ. അവിടുന്ന് എന്നിൽ തൃപ്തനാണെങ്കിൽ ലോകരുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും മോക്ഷത്തിനും വേണ്ടി ഗംഗയെ എനിക്ക് പ്രദാനം ചെയ്യാൻ ദയവുണ്ടാകണം. മഹാദേവ, അങ്ങയ്ക്ക് സാധിക്കാത്തതായി ത്രിലോകങ്ങളിലും ഒന്നുമില്ലെന്ന് എനിക്കറിയാം. ഇപ്രകാരം പറഞ്ഞ ശേഷം ഗൗതമൻ ശ്രീ ശങ്കരന്റെ പാദകമലങ്ങളിൽ വീണ് നമസ്കരിച്ചു. അനന്തരം ഭഗവാൻ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സാരഭൂതമായ ജലം വരുത്തി മുനിക്ക് നൽകി. ഈ സന്ദർഭത്തിൽ ആ ജലം ഒരു അതീവ സുന്ദരിയായ അങ്കനയുടെ രൂപത്തിൽ അവിടെ നിന്നു പ്രത്യക്ഷയായ ഗംഗാദേവിയെ ദർശിച്ച മുനിവര്യൻ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ത്രിലോകങ്ങളിലെയും ജലോൽപത്തിക്ക് കാരണഭൂതയായ ഗംഗാദേവി അവിടുന്ന് ധന്യയാണ്. ദേവിയുടെ പരമമായ കടാക്ഷത്താലാണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ വെള്ളം ലഭ്യമാകുന്നതെന്ന പരമാർത്ഥം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ദേവിയുടെ തിരുസാന്നിധ്യം മൂലമാണ് ലോകം പരിശുദ്ധമായിരിക്കുന്നത്. അതിനാൽ നരകത്തിലേക്ക് താണുകൊണ്ടിരിക്കുന്ന എന്നെ ഇതേ രൂപത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധനാക്കിയാലും. അപ്പൊ ഗംഗാദേവി അവിടെ വരികയാണ്. ഗംഗാദേവിയുടെ ആ ഗംഗാജലം കൊണ്ട് തന്നെ പരിശുദ്ധനാക്കാൻ വേണ്ടിയിട്ട് ഗൗതമ മുനി പറയുകയാണ്.
ഗൗതമന്റെ അഭ്യർത്ഥന കേട്ട ഗംഗ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. ഈ സന്ദർഭത്തിൽ ഭഗവാൻ രുദ്രൻ പറഞ്ഞു, ദേവി ഗംഗേ, നീ ഗൗതമന്റെ ഗൗതമനെ പരിശുദ്ധനാക്കൂ. മാത്രമല്ല വൈവസ്വതാ മനുവിന്റെ കാലം 28ാം കലിയുഗം വരെ ദേവി ഇവിടെ വസിക്കുകയും വേണം. ഇത് നമ്മുടെ ആജ്ഞയാണ്. അപ്പം ഗംഗാദേവിയോട് പരമശിവൻ പറയുകയാണ്, ഗൗതമ മഹർഷി താൻ അറിയാതെയാണ് തന്റെ കൈകൊണ്ട് അബദ്ധം പറ്റിപ്പോയതാണ് ആ പശു മരണം അടഞ്ഞത്, ഗോഹത്യയാണ്, അതൊരു പാപമാണ്. അപ്പൊ ആ പാപം കഴുകി കളയാൻ വേണ്ടിയിട്ട് ഗംഗാദേവിയോട് പറയുകയാണ്. അങ്ങനെ ഗംഗാദേവി അങ്ങനെ ഗൗതമ മഹർഷിയുടെ ആ പാപം കഴുകി കളയുകയാണ്. എന്നിട്ട് മഹേശ്വരൻ പറയുകയാണ്, ഗൗതമ ദേവി കലിയുഗം വരെ നീ ഇവിടെ വസിക്കേണ്ടതാണ് എന്ന് പറയുകയാണ്. ഭഗവാന്റെ കൽപ്പന കേട്ട ഗംഗാദേവി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവാദിദേവ മഹാദേവ, അവിടുത്തെ അപാരമായ അനുഗ്രഹത്താൽ എല്ലാ നദികളിലും വെച്ച് ഞാൻ മഹാത്മ്യമുള്ളവളായി തീർന്നിരിക്കുകയാണ്. അതിനാൽ അങ്ങ് ജഗദംബികയോടും ഗണങ്ങളോടും എല്ലാം ഇവിടെ വസിക്കുകയാണെങ്കിൽ എന്റെ സാന്നിധ്യവും ഇവിടെ ഉണ്ടാകുന്നതാണ്. ഗംഗയുടെ വാക്കുകൾ കേട്ട് ശംഭു മറുപടി പറഞ്ഞു, ഗംഗേ, നീ ധന്യയാണ്. നാം പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കുക. നാം നിന്നിൽ നിന്ന് ഒരിക്കലും ഭിന്നമല്ലെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ? എങ്കിലും നിന്റെ അഭ്യർത്ഥന മാനിച്ച് നാമും ഇവിടെ സാന്നിധ്യം കൊള്ളുന്നതാണ്. അതിനാൽ നീയും ഇവിടെ സ്ഥിരമായി വസിക്കുക. ശ്രീ പരമേശ്വരന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഗംഗാദേവിക്ക് അവാച്യമായ ആനന്ദമുണ്ടായി. ഈ സന്ദർഭത്തിൽ ദേവന്മാർ, ഋഷികൾ, അനേകം ഉത്തമ തീർത്ഥങ്ങൾ, വിവിധ തരത്തിലുള്ള മഹാക്ഷേത്രങ്ങൾ തുടങ്ങിയവ അവിടെ വന്നു ചേർന്നു. അതുകണ്ട് സകല ദേവന്മാരും ഗംഗയെയും ദേവാദിദേവനായ പരമേശ്വരനെയും ഗൗതമനെയും വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെ ഗംഗയും ശിവനും ദേവന്മാരോടും ഋഷികളോടുമായി പറഞ്ഞു, ഹേ ദേവന്മാരെ, ഋഷികളെ, ഞങ്ങൾ നിങ്ങളിൽ പ്രസന്നരായിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു കൊള്ളുക. അവർ പറഞ്ഞു, അല്ലയോ ജഗദീശ്വര, അങ്ങും ദേവി ഗംഗയും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടരാണെങ്കിൽ ഞങ്ങൾക്കും ഭൂലോകവാസികൾക്കും സൗഖ്യം നൽകുന്നതിനായി ഇവിടെ വസിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട ഗംഗാമാതാവ് പറഞ്ഞു, അല്ലയോ ദേവന്മാരെ, ഞങ്ങളോട് ഇവിടെ വസിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ അഭ്യർത്ഥനകൾ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ലോകരക്ഷാർത്ഥം ഇവിടെ വസിക്കാൻ തയ്യാറാകാത്തത്? ഞാൻ വന്നത് ഗൗതമ മുനിയുടെ പാപം കഴുകി കളയുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ തപോനിഷ്ഠയും സനാതന ധർമ്മത്തിന്റെ പുഷ്ടിക്ക് വേണ്ടിയുള്ള സാത്വിക ആചാരങ്ങളും പ്രശംസിക്കേണ്ടതാണ്. ഞാൻ വന്നത് എന്തിനു വേണ്ടിയാണോ ആ കർമ്മം പൂർത്തിയായാൽ ഞാൻ മടങ്ങി പോകുന്നതുമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും പരിഗണന നൽകണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഞാനിവിടെ വസിക്കുന്നതാണ്. ഗംഗയുടെ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണെന്നറിഞ്ഞ ഋഷിമാർ അല്പനേരം ചിന്താധീനരായ ശേഷം പറഞ്ഞു, ദേവി ഗംഗേ, സർവചരാചരങ്ങൾക്കും ആനന്ദാമൃതം നൽകുന്ന വരദായിനി, നീ ഭക്തർക്ക് ആനന്ദം നൽകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങളുടെ സാന്നിധ്യം തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ്. 11 വർഷം വരെ നീ കഴുകിക്കളയുന്ന ലോകരുടെ പാതകം കാരണം നിനക്ക് അശുദ്ധി സംഭവിച്ചാൽ ഞങ്ങൾ ദേവിയുടെ അരികിൽ വരുന്നതാണ്. ഞങ്ങളുടെ ഈ വാക്ക് സത്യമാണ്. അതിനാൽ ഞങ്ങളുടെ അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ദേവിയുടെയും ശ്രീ പരമേശ്വരന്റെയും നിത്യ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യാഴം ചിങ്ങരാശിയിൽ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങളും ഇവിടെ വസിക്കുന്നതാണ്. ആ അവസരത്തിൽ ദേവിയുടെ കാരുണ്യത്താൽ ഉണ്ടാകുന്ന ജലത്തിൽ ഞങ്ങൾ നിത്യവും 3 നേരവും സ്നാനം നടത്തുന്നതാണ്. തുടർന്ന് ത്രിലോകനാഥനായ ശ്രീ ശങ്കരനെയും ദർശിച്ച് ഞങ്ങൾ പരിശുദ്ധരായി തീരുന്നതുമാണ്. അതിനുശേഷം ദേവിയുടെയും ശ്രീ രുദ്രദേവന്റെയും അനുമതിയോടെ ഞങ്ങൾ മടങ്ങി പോകുന്നതുമാണ്. അങ്ങനെ ദേവന്മാരുടെയും ഋഷിമാരുടെയും അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ ശ്രീ ശങ്കരനും ഗംഗാദേവിയും അവിടെ സാന്നിധ്യം കൊണ്ടു. അവിടെ സാന്നിധ്യം കൊണ്ട ഗംഗ ഗോദാവരി എന്ന നാമത്തിൽ പ്രസിദ്ധയായി. ശങ്കര ഭഗവാന്റെ ജ്യോതിർലിംഗം ത്രയംബകൻ എന്നും അറിയപ്പെട്ടു. മഹാപാപങ്ങളെ കഴുകിക്കളയാനാണ് ഭഗവാൻ ശംഭു അവിടെ ജ്യോതിർലിംഗ രൂപത്തിൽ കുടികൊള്ളുന്നത്. സത്യം, ധർമ്മം, അഹിംസ, നിഷ്കാമ ഭക്തി, അലൗകിക സ്നേഹം, ദയ, വാത്സല്യം തുടങ്ങിയ സാത്വിക ഗുണങ്ങൾ മാനവർക്കും മുനിമാർക്കും പ്രദാനം ചെയ്യുവാനും അതിലൂടെ ഐശ്വര്യവും ആനന്ദപൂർണവുമായ ജീവിതം നയിച്ച് അന്ത്യദശയിൽ മുക്തി നേടാനും ഭക്തന്മാരെ പ്രാപ്തരാക്കുന്നതിനും വേണ്ടിയാണ് ഓംകാര സ്വരൂപനായ ഭഗവാൻ സദാശിവൻ അവിടെ വസിക്കാൻ തീരുമാനിച്ചത്. കൽമഷ കർമ്മങ്ങളിൽ നിന്നും മാലോകരെ മോചിപ്പിക്കുക എന്ന പാവനമായ കർത്തവ്യമാണ് ഭഗവാൻ എക്കാലവും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അനന്തരമായി എല്ലാ ജീവികളിലും ഒരേ തോതിൽ ന്യൂനത കൂടാതെ വസിക്കുന്ന ചൈതന്യ വിശേഷവും ഭഗവാൻ ശ്രീ പരമേശ്വരൻ തന്നെ. അതിനാൽ ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ലോകഗുരുവായ ദക്ഷിണാമൂർത്തിയുടെ പാദപാംസുക്കൾ മൗലിയിൽ ചൂടാൻ ആഗ്രഹിച്ചുകൊണ്ട് സദാ ആ പരമ്പൊരുളിനെ കൃതാർത്ഥതയോടും ദൃഢമായ വിശ്വാസത്തോടും കൂടി പൂജിക്കേണ്ടതാണ്. ഗംഗാദേവിയുടെ വാസം ശ്രീ ശങ്കരന്റെ ശിരസിലായതിനാൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ദേവി സ്വീകരിക്കുന്നതിലൂടെ ലോകരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ കഴിയുന്നു. ലോകത്തിലെ ആദ്യത്തെ ജലസ്രോതസ്സിന് കാരണമായിട്ടുള്ളത് ഗംഗയാണ്. ദേവിയുടെ കാരുണ്യത്താലാണ് ജലവാഹിനികൾ ലോകമെമ്പാടും ഉണ്ടായത്.
ശ്രീ ശങ്കരനും ഗംഗയും അവിടെ നിത്യസാന്നിധ്യം കൊണ്ടതോടെ വ്യാഴം ചിങ്ങരാശിയിൽ വരുന്ന അവസരങ്ങളിൽ സകല തീർത്ഥങ്ങളും ദേവന്മാരും പുഷ്കരം തുടങ്ങിയ സരോവരങ്ങളും വിഷ്ണുദേവൻ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരും അവിടെ വന്ന് വസിക്കുന്നു. ഗൗതമന്റെ തപോനിഷ്ഠയിലൂടെ ലോകരുടെ ജീവിതം ധന്യമാക്കാൻ തക്കവിധത്തിൽ ഗംഗാദേവിയും ശ്രീ പരമേശ്വരനും അവിടെ വാസമുറപ്പിച്ചു. ഋഷികളും മുനികളും ദേവന്മാരും മായാതീതരായി തീരുന്നത് മറ്റ് ജീവജാലങ്ങളുടെ മോക്ഷത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ്. ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ പരബ്രഹ്മ സ്വരൂപനായ ശ്രീ ശങ്കരന്റെ അനുഗ്രഹവും നിശ്ചയവും തീർച്ചയായും ഉണ്ടായിരിക്കുക തന്നെ വേണം. അപ്പോ ഭഗവാൻ ശങ്കരൻ എന്താണ്? സത്യം. മനസ്സിലാക്കുക, ഭഗവാൻ ശ്രീ ശങ്കരൻ എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യം, ധർമ്മം, അഹിംസ, നിഷ്കാമ ഭക്തി, അലൗകിക സ്നേഹം, ദയ, വാത്സല്യം തുടങ്ങിയ സാത്വിക ഗുണങ്ങൾ മാനവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, മാനവർക്കും മുനിമാർക്കും എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. ഭഗവാൻ ശ്രീ ശങ്കരന്റെ അവതാരം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ മനസ്സിലാക്കുക, അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും പറയുന്നത് ഈ പറയുന്ന സത്യം, ധർമ്മം, അഹിംസ, നിഷ്കാമ ഭക്തി, അലൗകിക സ്നേഹം, ദയ, വാത്സല്യം ഇതൊക്കെ കൊണ്ടുവരാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കൂടുതൽ ഒരുപാട് സത്യസന്ധരാവാൻ നമുക്ക് കഴിയില്ല, ചിലപ്പോൾ ഒരുപാട് ധർമ്മിഷ്ഠരാവാൻ കഴിയില്ലായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് അഹിംസാലുക്കളാവാൻ കഴിയില്ലായിരിക്കാം, നിഷ്കാമ ഭക്തി ഉണ്ടാവാൻ കഴിയില്ലായിരിക്കാം, ചിലപ്പോൾ അലൗകിക സ്നേഹമോ ദയയോ ഉണ്ടാവാൻ കഴിയും. പക്ഷെ പൂർണ്ണമായിട്ട് ഇതൊന്നും നശിപ്പിക്കാതിരിക്കുക, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. മനസ്സിലായോ? അത് ഏതൊരു തലത്തിലിരിക്കുന്നവരായാലും ശരി തന്നെ, ഏതൊരു ബിസിനസ് മേഖലയിൽ ഇരിക്കുന്നവരായാലും ശരി തന്നെ, ഏതൊരു അധികാര ഇതിലിരിക്കുന്നവരായാലും ശരി തന്നെ, ഇതെല്ലാം ആ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്താ പറയാ കനിഞ്ഞ് തന്നതാണ് നമുക്ക്, നമ്മുടെ ആ ഇതുകൊണ്ട് നമുക്ക് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് അതെപ്പോഴും മനസ്സിൽ ഉണ്ടാവുക. എന്നിട്ട് അത് ഉണ്ടായിട്ട് അത് എത്ര വലിയ പൊസിഷനിൽ എത്തിയാലും, എത്ര വലിയ ഉയരത്തിലെത്തിയാലും, എത്ര വലിയ കോടീശ്വരനായാലും, എത്ര വലിയ ലക്ഷപ്രഭു ആയാലും, എത്ര കോടിപതി ആയാലും, എന്തായാലും ശരി തന്നെ, ഇതെല്ലാം നമുക്ക് തന്നത് ആ ഭഗവാനാണ് അല്ലെങ്കിൽ ആ ഭഗവതിയാണ്. അന്ന് ആ ഒരു സത്യം മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചത് കൊണ്ടൊന്നും ഒന്നും ഉണ്ടാവുകയില്ല. പ്രജകളും അതുപോലെ ഭഗവാനും എല്ലാവരും അനുഗ്രഹിക്കുമ്പോഴാണ് ഇതെല്ലാം നമുക്കുണ്ടാവുന്നത് എന്നുള്ള ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് പറയുന്നത് സത്യം, ധർമ്മ, അഹിംസ, നിഷ്കാമ ഭക്തി, അലൗകിക സ്നേഹം, ദയ, വാത്സല്യം ഇതൊക്കെ കൊണ്ടുവരാന്ന് പറയുന്നതാണ്. നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം ഭഗവാന് മാത്രമേ ഉള്ളൂ. നിയമങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനും നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം ഒരു മനുഷ്യർക്കും ഇല്ല. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. സർവം ശ്രീ മഹാദേവാർപ്പണമസ്തു. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. സർവം ശ്രീ മഹാദേവാർപ്പണമസ്തു. ഹര ഹര മഹാദേവ. ഓം ഉമാമഹേശ്വരായ നമഃ. ഓം ലക്ഷ്മീനാരായണായ നമഃ. ഓം സീതാരാമായ നമഃ. ഓം രുക്മിണീ സത്യഭാമ ജാംബവതി പത്നി സമേത കൃഷ്ണായ നമഃ. ഓം രാധാകൃഷ്ണായ നമഃ. ഹര ഹര മഹാദേവ. ഇനി എനിക്ക് 2 കാര്യം കൂടെ പറയാനുണ്ട്. വേറെ 2 ജോലി സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അവിടെ എനിക്കുണ്ടായ അനുഭവം കൂടി പറയാം. അപ്പൊ ഇത്രയും പേരെ പറഞ്ഞപ്പോ അതും ഞാൻ പറയണമല്ലോ, അതും പറയാതിരിക്കുന്നത് ശരിയല്ലോ, അതും പറയാൻ എന്നോട് പറയുന്നുണ്ട്. 2 അല്ല 3 സ്ഥലങ്ങളിലുള്ള അനുഭവമാണ്. പിന്നെ ഞാനൊരു ജോലിക്ക് പോയായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഈ സാധനം എടുത്തിട്ട് വന്നിട്ട് നമ്മൾ ഓരോരോ സ്ഥലം, അതായത് ഓരോരോ ഷോപ്പുകളിൽ പോയിട്ട് കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു. അങ്ങനെ ഞാനൊരു ഷോപ്പിൽ പോയി നിന്നപ്പോഴത്തേക്ക് അവിടെ ഒരിതാണ്, നമ്മളത് നിന്നിട്ട് നമ്മളെല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കണമല്ലോ, അതൊരു മാർജിൻ ഫ്രീ ആയിരുന്നു. അപ്പം അവിടെ നമ്മൾ വരുന്നവർക്കെല്ലാം ഇതേപോലെ ഈ പറയുന്ന ഇത് കൊണ്ടുവന്ന് കൊടുക്കണമല്ലോ, കൊടുത്താലല്ലേ അവരത് വാങ്ങിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ നടന്ന് ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഇയാൾ വന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഇയാൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇങ്ങനെ നടന്ന് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഭയങ്കരമായിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു, ഭയങ്കരമായിട്ട് ചാടിത്തുള്ളിയത്. അയാൾക്ക് പറയുന്നതിനൊരു രീതിയുണ്ട്, സമാധാനമായിട്ട് പറയാൻ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പൊ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാ, അവര് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാ, നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഒരു സ്ഥലത്ത് തന്നെ നമ്മളിങ്ങനെ നിന്നിട്ട് ഒരു സാധനം സെയിൽ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല.
മനസ്സിലായി? ഇത് പ്രത്യേകിച്ച് ഈ ഞാൻ പറയുന്നത് ഈ മറ്റേ ഇതുണ്ടല്ലോ, ബ്യൂട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നിന്നിട്ട് നമുക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആരും വന്ന് വാങ്ങത്തില്ല. അപ്പൊ നമ്മൾ കൊണ്ടു നടന്ന് കുറച്ച് പേർക്ക് അവരുടെ പർച്ചേസ് കഴിഞ്ഞതിന് ശേഷമാണ് അത് മനസ്സിലാക്കുക. മനസ്സിലായോ? പർച്ചേസ് കഴിഞ്ഞ ശേഷം നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ട് മേഡം ഇത് വാങ്ങോ അല്ലെങ്കിൽ സാർ ഇത് വാങ്ങോ എന്ന് പറഞ്ഞ് കൊടുത്താൽ, അപ്പൊ ഇത് ഇയാൾക്ക് ഭയങ്കര ഇതായിട്ട് ഇയാൾ അങ്ങനെ പ്രശ്നം ഉണ്ടായി. അത് ഒരു മാർജിൻ ഫ്രീയിൽ നടന്ന സംഭവമാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊരു സംഭവം. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു എടുത്ത് പോയപ്പോഴത്തേക്ക് വെച്ചാൽ അത് നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥാപനം തന്നെയാണ്. പോപ്പുലർ ഹോണ്ട എന്ന് പറയും. പോപ്പുലറിന്റെ വലിയ സ്ഥാപനമാണ്. അവിടുത്തെ ടെലികോളിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം. അവിടെ ഒരു നരസിംഹസ്വാമി ക്ഷേത്രമൊക്കെ ഉണ്ട്. അതിന്റെ നരസിംഹസ്വാമിയിലോ വിഷ്ണു ഭഗവാനെയാണ് അവര്, ഉഗ്ര വിഷ്ണുമൂർത്തി എന്ന് പറഞ്ഞിട്ടാണ് അത് ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരമനയാണ്. അപ്പൊ അതിന്റെ അകത്തോട്ട് ഉള്ള ഒരു സർവീസ് സെന്ററിലാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയത്. അപ്പം അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മേഡം എന്ന് പറഞ്ഞൊരു ആളിരിപ്പുണ്ട്. ഇയാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് ആരെങ്കിലും ചെല്ലുമ്പോൾ റാഗ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. എന്നെ മേളിൽ നിർത്തും, താഴെ വിളിക്കും, ഒരു റൂമിൽ കൊണ്ടുപോയി അടച്ചിരുത്തിയിട്ട് അവിടെ കൊണ്ടിരുത്തും. ഇങ്ങനെ ഒരു റാഗിങ്, മനസ്സിലായോ? റാഗിങ് പോലെ ഒരു മെത്തേഡാണ് അവിടെ ആദ്യമേ ചെല്ലുന്നവർക്ക്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ ഇവര് പറഞ്ഞ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ അവിടെ അതിന്റെ മെയിൻ ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 10,000 ആണ് പറഞ്ഞത്. എന്നിട്ട് എനിക്ക് അവസാനം സാലറി എന്നപ്പോൾ എനിക്ക് തന്നെന്ന് വെച്ചാൽ വെറും 6,000 ആണ്. 6,000 ആണ് എനിക്ക് സാലറി എന്നത്. അപ്പൊ അതും ഒരു ഇതായി. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിർത്തി. അത് പിന്നെ ഇവർ പറയുക വെച്ചാൽ ഒരു വർഷം കഴിയുമ്പോൾ കൂടും, ഒരു വർഷം കഴിയുമ്പോൾ 500 രൂപ വെച്ചൊക്കെ കൂടുമെന്ന്. ഒരു വർഷം കഴിഞ്ഞ് ഇതിൽ 500 രൂപ വെച്ച് കൂടിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? ഈ പറയുന്ന വണ്ടിക്കൂലിയും ചിലവാക്കി വള്ളക്കൂലിയും ചിലവാക്കി പിന്നെ ഈ സ്ഥാപനത്തിൽ നിൽക്കുന്നവർ ആരും ഒന്നും പറയില്ല. പിന്നെ അവരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ അങ്ങനെ നിൽക്കുന്നവരാണെങ്കിൽ പെൺപിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സാലറി കൂട്ടി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും എനിക്ക് അറിയത്തില്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ട് അറിയാം. പക്ഷെ ഞാൻ നേരെ പോകുന്നതാണ്. അപ്പം എന്നോട് ഇങ്ങനെയാണ് കാണിച്ചത്. അങ്ങനെ ഞാൻ അവിടെ നിർത്തിയത്. പിന്നെ വേറൊരു സ്ഥാപനമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥാപനമാണ് ശിവജി മോട്ടോഴ്സ് എന്ന് പറയും. അവിടുത്തെ മേഡമൊക്കെ പാവമാണ് കേട്ടോ, മേഡമൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവര് ഇതേപോലെ തന്നെ സാലറി എനിക്ക് തന്നത് വെറും 6,000 രൂപയാണ് തന്നത്. പിന്നെ ഇവർ പറഞ്ഞത് 10,000 എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ലീവൊന്നും എടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് ഇവർ തന്നതും സാലറി തന്നതും വെറും 6,000 രൂപയായിരുന്നു. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ സർവീസ് സെന്ററിലായിരുന്നു ആദ്യമേ വർക്ക് ചെയ്തത്. അപ്പൊ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇതുപോലെ അവിടുത്തെ സാറുമായിട്ട് എപ്പോഴും ക്യാബിനിൽ പോയിരിക്കും, സംസാരിക്കും, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളാണ്. ഈ പെൺകുട്ടിക്ക് മാത്രം എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ ഈ ക്യാബിനിലിരിക്കുന്ന ഈ മാനേജറാണെന്ന് തോന്നുന്നു അങ്ങനെ കൊടുക്കും. അങ്ങനെ ഈ പെൺകുട്ടിയുടെ ജോലിയും കൂടെ നമ്മൾ ചെയ്യണം. അതായത് പുതിയതായിട്ട് ഞാൻ പുതിയതായിട്ട് ചെന്ന ആളാണ്, ഞാൻ ഈ കുട്ടിയുടെ ജോലിയും കൂടെ ഞാൻ ചെയ്യണം. അങ്ങനെ ഇതെനിക്ക് അവസാനം സഖിയിട്ടിട്ട് ഞാൻ ചെന്ന് അവിടുത്തെ മേഡത്തിനോട് ഞാൻ പരാതി പറഞ്ഞു. ഈ കുട്ടിയുടെ പേർക്ക് ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം പരാതി പോയിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ എന്റെ പരാതിയും കൂടെ ആയപ്പോഴത്തേക്ക് മേഡം എന്ത് ചെയ്തു, ഈ കുട്ടീനെ പറഞ്ഞു വിട്ടു. ഈ കുട്ടീനെ അവിടുന്ന് പറഞ്ഞു വിട്ടപ്പോ ഈ കുട്ടിക്ക് എന്നോട് ദേഷ്യമായി, വാശിയായി. ഈ കുട്ടി പല രീതിയിൽ ഈ കുട്ടിയുടെ സുഹൃത്തുക്കളെ കൊണ്ടും പല രീതിയിൽ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങി. പല സ്ഥാപനങ്ങളിൽ ഞാൻ ജോലിക്ക് തിരക്കി ചെല്ലുമ്പോൾ എന്നെ അവിടെ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ കുട്ടി എന്നെ അത് ടോട്ടലി അതൊരു പ്രശ്നമായിരുന്നു, മനസ്സിലായി? പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ വെച്ച കാരണം വെച്ചാൽ എനിക്ക് 6,000 രൂപ കൊണ്ട് ഒന്നും ആവാനില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അല്ലെങ്കിൽ എനിക്ക് അവിടെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ 6,000 രൂപ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ വണ്ടിക്കൂലിക്ക് തന്നെ ഒരു മാസം നമുക്ക് 2,000 രൂപ അടുപ്പിച്ചാവുന്നുണ്ട്. അപ്പം ഇതിനകത്ത് പിന്നെ ഈ പറയുന്ന 6,000 രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഈ 2,000 രൂപയും പോയി കഴിഞ്ഞാൽ ഈ 4,000 രൂപയും നമുക്ക് എന്താ? പിന്നെ ഇവർ പറയുന്നത് ഓരോ വർഷം കഴിയുമ്പോൾ കൂടും, ഇങ്ങനെയാണ് പറയുന്നത്. ഒരു 6 മാസം കഴിഞ്ഞോ 1 വർഷം കഴിഞ്ഞോ കൂടിയിട്ട് നമുക്ക് എന്താ? അപ്പൊ ഈ പോലെ മിക്ക സ്ഥാപനങ്ങളും ഇതൊക്കെ തന്നെയാണ്. കാരണം ഈ സ്ഥാപനങ്ങളുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ അവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് എടുത്തു പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴെങ്കിലും നിങ്ങൾ അവിടെ തിരുത്തും, മനസ്സിലായോ? അത് തിരുത്തും. അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പേരുകൾ എടുത്തു പറഞ്ഞ കാര്യമാണ്. കാരണം ഞാൻ പേരുകൾ ഇപ്പം ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ എനിക്കുണ്ടായ സ്ഥാപനങ്ങളുടെ അനുഭവം ഞാൻ പേര് എടുത്ത് പറയാതിരുന്നു കഴിഞ്ഞാൽ
ഇപ്പം നിങ്ങൾക്ക് തോന്നും അത് ഏത് സ്ഥാപനമായിരിക്കും എന്ന് നിങ്ങളിങ്ങനെ ചിന്തിക്കും. മനസ്സിലായോ? അപ്പം കറക്റ്റ് ആയിട്ടുള്ള പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നമില്ലല്ലോ. ഇന്ന സ്ഥാപനത്തിൽ ഇന്ന നെയിമുള്ള സ്ഥാപനമാണ്, ഇന്ന സ്ഥാപനത്തിലാണ് ഈ സംഭവം നടന്നതെന്ന് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പേര് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥാപനത്തിലാണ് ഇങ്ങനെ നടന്നത്, ഇങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത് മനസ്സിലാക്കുക. അത് കാരണം മറ്റുള്ള സ്ഥാപനങ്ങൾ നല്ലതായിട്ടുള്ള ഒരുപാട് ഇതുണ്ടല്ലോ, അത് അവിടെ ബാധിക്കരുതല്ലോ ഇത്. മനസ്സിലായോ? പിന്നെ വേറൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ടെക്സ്റ്റൈൽസിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ മുസ്ലിംസിൻ്റെ ഒരു ടെക്സ്റ്റൈൽസ് ആയിരുന്നു. അവിടെ ഞാൻ ചെന്നപ്പോൾ ഞാനും നല്ല ജോലിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എവിടെയാണ്, രാമചന്ദ്രയുടെയൊക്കെ ഓപ്പോസിറ്റ് ഉള്ളൊരു ഷോപ്പായിരുന്നു. അത് നോട്ട് ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇവർ പറയുവാണ്, ഇതിന്റെ ഓണർ മുസ്ലിമാണ്, നമ്മളോട് കൂറുള്ളവരെ മതി നമുക്കെന്ന്. എനിക്കൊന്നും മനസ്സിലായില്ല, നമ്മളോട് കൂറുള്ളവർ. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, ഞാൻ ജാതി മതമൊന്നും നോക്കിയിട്ടില്ല. പക്ഷെ അയാൾ ആ ജാതി മതം, അപ്പൊ അവരുടെ ഉള്ളിലും ഉണ്ട് ആ ജാതി മതം എന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ ഞാൻ സാർ എനിക്ക് അങ്ങനൊന്നും പ്രശ്നമില്ല, ഞാൻ നല്ല രീതിയിൽ തന്നെ സംസാരിക്കും, ഞാൻ എവിടെ ഇന്റർവ്യൂവിന് പോയാലും നല്ല രീതിയിൽ തന്നെ സംസാരിക്കും. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കങ്ങനെ ജാതി മതം അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല, എല്ലാം ഒന്നിൽ നിന്ന് തന്നെയല്ലേ വന്നത്, എല്ലാം ഒന്ന് തന്നെയല്ലേ സാർ എന്ന് പറഞ്ഞു. പക്ഷെ ഇയാൾ പറഞ്ഞു വേണ്ട കുട്ടി, നമ്മുടെ ഇതിലുള്ള കുട്ടികളെ മാത്രമേ ഇവിടെ ജോലിക്ക് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു. അതൊരനുഭവമാണേ. പിന്നെ വേറെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നീറമൺകരയുള്ള ഒരു ഷോറൂം ഉണ്ട്, ടാറ്റയാണോ അതിൻ്റെ പേര് എനിക്കറിയില്ല, ടാറ്റ ഡെറിക്ക്. അവിടെ ഞാൻ ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ഞാൻ ഇതുപോലെ എന്താ പറയുക ചുരിദാറൊക്കെ ഇട്ട് ഷാളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ചെന്നത്. എല്ലായിടത്തും ഞാൻ പോകുമ്പോൾ എൻ്റെതായ രീതിയിൽ തന്നെയായിരിക്കും ഞാൻ ചെല്ലുന്നത്. മറ്റുള്ള പെൺകുട്ടികളെ ഷാളിടാതെയൊക്കെ പോകും, ചുരിദാറിട്ട് ഷാളിടാതെ പോകും. പക്ഷെ ഞാൻ ഷാളിട്ടുകൊണ്ടാണ് ചെല്ലുന്നത്. പക്ഷെ ഇത്രയും വലിയ പൊട്ടൊന്നും അല്ല കേട്ടോ വെച്ചിരുന്നത്, കുഞ്ഞൊരു ചെറിയ കറുത്തൊരു കുഞ്ഞു പൊട്ട വെച്ചിരുന്നു, കുറിയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, മുടിയൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ കെട്ടിയിരുന്നു, ഒരു ചെറിയൊരു സ്റ്റഡ്, ഇതൊന്നും അല്ല ഇത്രയും വലിയ സ്റ്റഡല്ല, ഒരു ചെറിയ സ്റ്റഡൊക്കെ ഇട്ട് പിന്നെ കണ്ടാൽ കുറച്ച് നാടനല്ല ഒരു ഇത് തോന്നും. എന്നിട്ട് ഞാൻ അവിടെ ഇന്റർവ്യൂവിന് പോയി. അപ്പം എന്നെ സെലക്ട് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ അയാൾ സംസാരിച്ച് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വേറൊരു പെൺകുട്ടി വന്നപ്പോൾ, കുറച്ച് മോഡലായിട്ടുള്ള ഒരു പെൺകുട്ടി വന്നപ്പോൾ എന്നെ റിജക്ട് ചെയ്തിട്ട് ഇയാൾക്ക് എന്നെ എടുക്കാൻ വയ്യ. മനസ്സിലായി? എൻ്റെ മാനേജറാണോ എന്തിനാണോ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല. ഇയാൾക്ക് എന്നെ എടുക്കാൻ വയ്യ. അവിടെ എന്നിട്ട് ഇവരിതിൽ കൊടുക്കുന്ന വെച്ചാൽ സ്മാർട്ടായിട്ടുള്ള അതാണ്. പക്ഷെ ഞാനവിടെ ഏതൊരു ഇന്റർവ്യൂവിന് പോകുന്നത് സ്മാർട്ടായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാനും അവിടെ ചെന്ന് നല്ല സ്മാർട്ടായിട്ട് നല്ല ശാന്തമായിട്ട് നല്ല രീതിയിൽ എനിക്കറിയാം 100% ഞാൻ അവിടെ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അത്രയും 100% നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എനിക്കത് തരേണ്ടത് തന്നെയാണ്, അത് കിട്ടേണ്ട ജോബ് തന്നെയായിരുന്നു. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്, 2 വർഷത്തെ ടെലികോളിങ്ങിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അതെനിക്ക് കിട്ടേണ്ട ജോലി തന്നെയായിരുന്നു. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അയാളെന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് അവസാനം വേറൊരു മോഡൽ പെണ്ണ് വന്നപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ വയസ്സ് ചോദിക്കുന്നു, ഞാൻ കല്യാണം കഴിച്ചതാണോ എന്നറിയണം, എനിക്ക് കുട്ടി ഉണ്ടോ എന്നറിയണം, ഞാൻ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായെന്നറിയണം, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്. എനിക്ക് 2 വീലർ ഉണ്ടോ എന്നറിയണം. ചിലപ്പോൾ നമുക്ക് 2 വീലർ ഉണ്ടോ ഇല്ലയെന്നൊക്കെ ചോദിക്കുന്നത് അത് ഓരോരുത്തർക്ക് പേഴ്സണൽ കാര്യമാണ്. അത് ചിലപ്പോൾ ബസ് കിട്ടിയില്ലെങ്കിൽ ലേറ്റ് ആവും എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി തന്നെ ഇവന്മാർ വെറും കള്ളന്മാരാണ്. കാരണം ഇവന്മാരിൽ ജോലിക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡലായിട്ട് പോകുന്ന പെൺകുട്ടികളെ, ചെറുപ്പക്കാരെ, അതായത് 24 വയസ്സിനകത്തുള്ള നല്ല വെളുത്ത് തുടുത്ത് സുന്ദരികളായിട്ടുള്ള പിള്ളേരെ മതി. അവരുടേതായ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന സെക്ഷലി ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന പെൺകുട്ടികളെ മതി. നമ്മൾ നേരെ പോകും. അപ്പം ഞാൻ ഒരു കാണിച്ചോട്ടെ, ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ജോലി കിട്ടുന്നുള്ളൂന്നുണ്ടെങ്കിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ഇത്രയും പഠിത്തമുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള നമ്മളെ പോലുള്ളവര് നാടൻ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മളെപ്പോലെ എന്താ പറയാ ഇതായിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യും? അവർക്കും ജോലി വേണ്ടേ, അവർക്കും ജീവിക്കണ്ടേ? ഈവൻ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ആ ചേച്ചി ഞാൻ നോക്കിയപ്പോൾ അവിടെ തമ്പാനൂർ അവിടെ ഒരു സ്ഥലത്ത് നിന്നിട്ട് ലോട്ടറി വിറ്റുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചീനെ എനിക്ക് മുമ്പ് പരിചയമുണ്ട്, കാരണം ഈ ചേച്ചിക്ക് ഡിഗ്രി ഉള്ളതാണ്, ഡിഗ്രി വരെ പഠിച്ച ചേച്ചിയാണ് ഈ പറയുന്ന പോലെ ലോട്ടറി വിറ്റുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന ഞാൻ ഓടി ചെന്ന് ചേച്ചിയെടുത്ത് ചോദിച്ചു, ചേച്ചി രമ്യ ചേച്ചിയല്ലേ, ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ ലോട്ടറി വിറ്റുകൊണ്ട് നിൽക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ചേച്ചി ഇങ്ങനെ ലോട്ടറി വിറ്റുകൊണ്ട് ചേച്ചിക്ക് എന്ത് അവസ്ഥ ചെയ്തെന്ന് ചോദിച്ചു.
അപ്പം ഈ ചേച്ചി പറഞ്ഞ കാര്യമാണ്, മോളെ എനിക്കിപ്പോൾ വയസ്സ് 30 ആയി, അന്നേരം എനിക്ക് എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ ഏതൊരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവർ വയസ്സാണ് ചോദിക്കുന്നത്. എനിക്ക് ജോലി കിട്ടുന്നില്ല മോളെ, എന്തെന്ന് അറിയത്തില്ല, എനിക്ക് ജോലി കിട്ടാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ലോട്ടറി വിറ്റുകൊണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി ടെസ്റ്റൊക്കെ എഴുതുന്നുണ്ട്, PSC ഒക്കെ PSC ടെസ്റ്റൊക്കെ ചേച്ചി എഴുതുന്നുണ്ട്, പക്ഷെ അതും എനിക്ക് കിട്ടുന്നില്ല, ലക്കില്ല. പക്ഷെ ജീവിക്കണ്ടേ മോളെ, എനിക്ക് നിവർത്തികേടാണ്, ജീവിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലോട്ടറി പണിക്ക് ഇറങ്ങിയെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും എനിക്ക് വിഷമം. ഇപ്പം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇത്ര അധപ്പതിച്ചു പോയോ, ഇത്രയും എന്താ പറയുക, ഇത്രയും വൃത്തികെട്ട നാടായിപ്പോയി, ഇത്രയും അധപ്പതിച്ചു പോയോ എന്നാണ് എനിക്ക് അത്രയും ദേഷ്യം, എനിക്ക് അത്രയും വെറുപ്പാണ് തോന്നുന്നത് ഇങ്ങനെയുള്ളവരോട്. ആ ചേച്ചി എന്ത് കഷ്ടപ്പെട്ടായിരിക്കല്ലേ പഠിച്ചപ്പോൾ നേരെ പോകുന്നുള്ള പെൺകുട്ടികൾക്കോ നല്ലവർക്കോ ഷാളിട്ടുകൊണ്ട് മാനം മറച്ച് പോകുന്നവർക്കോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളവർക്കോ നല്ലവർക്കോ നല്ല പെൺകുട്ടികൾക്കോ ഇപ്പം ജോലി ഇല്ല. ഇനി ജോലിക്ക് കയറിയാലും ഇവന്മാരുടെ ഇഷ്ടത്തിന് കുനിഞ്ഞു നിന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇവന്മാരുടെ ഇഷ്ടത്തിന് നമ്മൾ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാർ ജോലിന്ന് പറഞ്ഞു വിടും. ഈ അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, സംജാത ആയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് നല്ല പെൺകുട്ടികൾക്ക് ജീവിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്, നല്ലവരായിട്ടുള്ളവർക്ക് ജീവിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത്രയും ഹാർഷായിട്ട് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഇത് എൻ്റെ അനുഭവം, ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, ഇതുപോലെ ഒരുപാട് അനുഭവമുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ചില സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്, അവർക്ക് മാത്രം സാലറി കൂട്ടിക്കൊടുക്കുക, അവരോട് മാത്രം പ്രത്യേക പരിഗണന കാണിക്കും, ഇവരുടെ ജോലിയും കൂടെ അല്ലാതെ നിൽക്കുന്നവർക്ക് പെൺകുട്ടികൾക്ക് കൊടുക്കും. ഇങ്ങനെയുള്ള ചില സ്ഥാപനങ്ങളുണ്ട്. പിന്നെ അതുപോലെ അവിടെ നിൽക്കുന്ന ആൺകുട്ടികൾക്ക് സാലറി കൊടുക്കില്ല, പെൺകുട്ടികൾക്ക് മാത്രം സാലറി കൂട്ടി കൊടുക്കുക, എന്നിട്ട് ഈ ആൺകുട്ടികളുടെ സാലറിയും കൂടെ പിടിച്ച് അവർക്ക് കൊടുക്കും. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. തിരിച്ചു നടക്കുന്നതുണ്ട്. അങ്ങനെ പല രീതിയിൽ ഇവർക്ക് ആരാണോ ഉതകി നിൽക്കുന്നത്, ഇവരുടെ കൂടെ ഒരാണാണ് ഉതകി നിൽക്കുന്നതെങ്കിൽ ആ ആണിന് ഇവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ഇതാക്കിയിട്ട് ആ ആണിന് ഇവർ സാലറി കൂട്ടിക്കൊടുക്കും. ഇവരുടെ ഇതിനെ അനുസരിച്ച് നിൽക്കുന്ന ഏതൊരു പെണ്ണാണോ നിൽക്കുന്നത് ആ പെണ്ണിന് ഇവന്മാര്, ഈ മാനേജേഴ്സ് ആയാലും ഇതിലെ ഹെഡിലുള്ളവരിൽ നിന്ന് കിട്ടുന്ന പൈസയാണല്ലോ. അപ്പം ഇങ്ങനെ ഇതിൽ വരുന്നവർ അവർക്ക് കൊടുക്കും. മനസ്സിലായി? അപ്പൊ ഈ സ്ഥാപനങ്ങളുടെ അധികാരം, അതായത് മേലധികാരികൾ ഇത് അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ള അറിയില്ല. അപ്പം ഈ മേലധികാരികൾ ഇത് അറിയണം, അവരിലേക്ക് ഇത് എത്തണം, എങ്കിൽ മാത്രമേ ഈ താഴധികാരികൾ, ഈ മാനേജർ, ഇങ്ങനെയുള്ള പോസ്റ്റിൽ വരുന്ന ഈ സാലറി നൽകുന്നവർക്കൊക്കെ ഇത് മനസ്സിലാക്കി എടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ സ്ഥാപനം തന്നെ ഇതാവുന്നതാണ്. മനസ്സിലായി? അപ്പം ഇതിന് മേലധികാരിപ്പെട്ടവർ അറിയുന്നില്ല. ഞാനിതെല്ലാം പറഞ്ഞ ശേഷം ഞാനിനി ഒരു സ്ഥാപനത്തിലേക്കും ഇല്ല, നമോവാകം നമിച്ചു ഇല്ല. കാരണം എനിക്ക് മതിയായി. കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ പേരിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും എന്തുണ്ടായാലും എനിക്കൊന്നുമില്ല, ഞാൻ പറയാൻ സത്യമായിട്ട് ഞാൻ തുറന്നു പറയും. ഞാനത് തുറന്ന് പറയണമെന്ന് എൻ്റെ മനസ്സിൽ ഭഗവാൻ തന്നെ എനിക്ക് തോന്നിച്ചിട്ടാണ് ഞാനിത് തുറന്നു പറയുന്നത്. കാരണം അത്രയും അധപ്പതിച്ചു നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ അധികാരപ്പെട്ടവരും അധികാരികളും ഇതിന് വേണ്ടിയിട്ട് ഇതാക്കേണ്ടവരും എല്ലാം. നേരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുസ്സഹമാണ്, വളരെ ദുസ്സഹമായിട്ടുള്ള ഇതാണ് കേരളം എന്ന് പറയുന്നത്. ഇപ്പം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി കേരളം പോയി കിടക്കുകയാണ് ഇപ്പോൾ. മൊത്തത്തിൽ നല്ല മനുഷ്യർക്ക്, സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, പെൺകുട്ടികൾക്ക്, നല്ല പെൺകുട്ടികൾക്ക്, കുടുംബത്തിൽ പിറന്നവർക്ക്, നേർവഴിക്കുള്ളവർക്ക് എല്ലാവർക്കും ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ഇതിന് അധികാരപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവരിലേക്ക് ഇത് എത്തിക്കുക, അവർ മനസ്സിലാക്കിയിട്ട് ഈ ഉള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഇത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് അവരവർ തന്നെയാണ്. മനസ്സിലായോ? ഹരേ കൃഷ്ണ. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഭാഗം 45 ശിവരാത്രി വ്രതത്തിന്റെ വിധിയും മഹാത്മ്യവുമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടോ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ.